നമുക്ക് ബൈബിൾ സർവേയിൽ റോമാലേഖനത്തിൻ്റെ പഠനമാണ് തുടരുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത് ദൈവം മനുഷ്യൻ്റെ ഒരു MRI സ്കാൻ നോക്കുമ്പോൾ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് പൗലോസിന് വെളിപ്പെടുത്തി കിട്ടി. അത് അദ്ദേഹം ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതി വച്ചിരിക്കുന്നതാണ് റോമാലേഖനത്തിൻ്റെ ആദ്യത്തെ 3 അധ്യായങ്ങളിൽ കാണുന്നത് എന്ന് നമ്മൾ കണ്ടല്ലോ. ആ കാണുന്ന വിവരണം നമ്മൾ വായിച്ചാൽ മനുഷ്യരെ ഒരു 3-4 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ജാതികളായിട്ടുള്ള പേഗനിസം അല്ലെങ്കിൽ വിജാതീയമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകൾ, ധാർമ്മിക മൂല്യത്തിൽ ഇരിക്കുന്ന ആളുകൾ, മതഭക്തന്മാരായിട്ടിരിക്കുന്നവർ, ബാക്കി എല്ലാ ആളുകളും, ഇങ്ങനെ 4 ഗ്രൂപ്പായിട്ട് ആളുകളെ തിരിക്കുന്നുണ്ട്. ഈ ക്ലാസ്സിൽ നമ്മൾ അതിലെ ഓരോ ഗ്രൂപ്പ് ആളുകളെക്കുറിച്ചും പൗലോസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അല്പം വിശദമായിട്ട് ബൈബിൾ സർവേ ആണെങ്കിലും അല്പം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പഠിക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് നമുക്കത് പഠിക്കാനായിട്ട് ശ്രദ്ധയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഒന്നാമത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ജാതികൾ അല്ലെങ്കിൽ പേഗനിസം എന്ന് പറയുന്ന വിഭാഗം ആളുകളെയാണ്. അവരെക്കുറിച്ചാണ് 18-ാം വാക്യം മുതൽ 32-ാം വാക്യം വരെ ഉള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നത്. ഞാനിപ്പോൾ പല പ്രാവശ്യം പെയ്ഗൻ മാൻ അല്ലെങ്കിൽ പെയ്ഗനിസം എന്ന് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. എന്താണ് അത് ബൈബിളിൽ നിന്ന് എടുത്തൊരു പദമല്ല. വിഗ്രഹാരാധികളായ ആളുകളെ പൊതുവെ വിശേഷിപ്പിക്കുന്നതാണ് പെയ്ഗൻസ് എന്ന്. ഡിക്ഷണറി എടുത്തിട്ട് പെയ്ഗൻ മാൻ അല്ലെങ്കിൽ പെയ്ഗനിസം എന്ന പദം നിങ്ങൾ പരിശോധിച്ചാൽ അതിന് വിഗ്രഹാരാധകൻ, വിഗ്രഹ ഉപാസകൻ, പിന്നെ 1-2 ഡിക്ഷണറികൾ ഞാൻ പരിശോധിച്ചു. അതിനകത്ത് ക്രിസ്ത്യാനിയോ യഹൂദനോ മുസ്ലിമോ അല്ലാത്തവൻ എന്നും എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഈ 3 വിഭാഗം ആളുകൾക്ക് വിഗ്രഹങ്ങളില്ല. ചിലരിങ്ങനെ അത്ഭുതപ്പെട്ടിരിപ്പുണ്ട്. ക്രിസ്തീയ ചില വിഭാഗങ്ങളിലും അതൊക്കെ ശരി ക്രിസ്ത്യാനി അല്ലാത്തതുകൊണ്ടാണ്. യഥാർത്ഥ ക്രിസ്ത്യാനിത്വത്തിൽ എന്തില്ല? വിഗ്രഹങ്ങളില്ല. മുസൽമാന്മാർ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ യഹൂദന്മാരും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നില്ല. അപ്പോൾ ആ വിഭാഗത്തിൽ പെടാത്ത ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത്. വീണ്ടും ഡിക്ഷണറി അതിനിങ്ങനെ പറയുന്നുണ്ട്, പല ദൈവങ്ങളിൽ ദേവതകളിൽ വിശ്വസിക്കുന്നവർ. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, നിങ്ങൾക്കും വീട്ടിൽ പോയി ഡിക്ഷണറി എടുത്ത് നോക്കാവുന്നതാണ്. അവിശ്വാസികൾ എന്നും എഴുതിയിട്ടുണ്ട്. പേഗൻ മാൻ എന്നുള്ളതിന് അവിശ്വാസികൾ. അവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അങ്ങനെ പറയാറുണ്ട്, പക്ഷേ ഡിക്ഷണറി അങ്ങനെ പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ യഥാർത്ഥ ദൈവത്തിൽ വിശ്വസിക്കാത്തവൻ. അതുകൊണ്ടാണ് എന്ത് പദം ഉപയോഗിക്കുന്നത്? അവിശ്വാസികൾ, അൺബിലീവർ. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിനെ കുറിച്ചാണ് ആദ്യത്തെ കുറേ വാക്യങ്ങളിൽ അപ്പോസ്തലൻ പാപത്തെക്കുറിച്ച് പറയുമ്പോൾ വിവരിക്കുന്നത് എന്ന് ഓർക്കുക. അപ്പോൾ അവിടെ നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ 19-ാം സങ്കീർത്തനം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവം ആദ്യകാലം മുതൽ തന്നെ ദൈവത്തെ തന്നെ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ദൈവം വെളിപ്പെടുത്തിയാലേ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നേരത്തെ തന്നെ 16-17 വാക്യങ്ങൾ 1-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചപ്പോൾ വെളിപ്പെടുന്നു എന്ന പദം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു. ഓർക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. സോ ഹൗ ഡു യു നോ ഗോഡ്? ദൈവത്തെ നമ്മളെങ്ങനെ അറിയുന്നത്? ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരണം. എങ്കിൽ മാത്രമേ, നമ്മളും ദൈവവും തമ്മിൽ വ്യത്യാസമുള്ളതുകൊണ്ട് ദൈവത്തെ നമുക്ക് തപ്പി നോക്കിയൊന്നും കണ്ടുപിടിക്കാനൊക്കുകയില്ല. നമ്മുടെ നഗ്ന നേർത്തങ്ങൾ കൊണ്ട് കാണാൻ പറ്റുകയില്ല. ദൈവം നമുക്കൊരു വെളിപ്പാട് തന്നെങ്കിൽ മാത്രമേ ദൈവത്തെ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ദൈവത്തെ വെളിപ്പെടുത്തിയിട്ടുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ 19-ാം സങ്കീർത്തനം അതിനൊരു നല്ല ബ്യൂട്ടിഫുൾ എക്സാമ്പിളാണ്. അതിൻ്റെ 1-ാം വാക്യത്തിൽ തന്നെ പറയുന്നത്, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ആകാശം, ദ ക്രിയേഷൻ റിവീൽസ് ഗോഡ്. നിങ്ങൾ പ്രകൃതിയിലേക്ക് നോക്കിയാൽ സകല ചരാചരങ്ങളും അതിനെക്കുറിച്ചൊക്കെ അനലൈസ് ചെയ്താൽ കാണാൻ കഴിയുന്ന കാര്യം, ദ ഹോൾ ക്രിയേഷൻ റിവീൽസ് ഗോഡ്, ദൈവത്തെ. പക്ഷേ മനുഷ്യൻ ചെയ്തത് എന്താണെന്ന് നിങ്ങൾ വായിച്ചു നോക്കിയാൽ, റോമാലേഖനം നമ്മൾ വായിക്കുമ്പം കാണുന്നത് ദേ റിജക്റ്റഡ് ഇറ്റ്. അതിൻ്റെ പിന്നിലുള്ള ദൈവത്തെ റിജക്റ്റ് ചെയ്തിട്ട് ഈ ക്രിയേഷനെ തന്നെ, ദൈവം ക്രിയേറ്റ് ചെയ്തതിനെ തന്നെ ആരാധിച്ചു, അതിനെ വിഗ്രഹങ്ങളൊക്കെ ആക്കി. ഏതായാലും പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ, 19-ാം സങ്കീർത്തനം തുടർന്ന് വായിച്ചാൽ ദൈവം തന്നെ റിവീൽ ചെയ്യുന്ന 2-ാമത്തെ മാർഗം ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിലാണ്, ദൈവത്തിൻ്റെ വചനത്തിലാണ്. ഹൗ ഗോഡ് റിവീൽസ് എന്ന് ചോദിച്ചാൽ, ഒന്നാമത് പ്രകൃതിയിൽ, രണ്ടാമത്
ആ സങ്കീർത്തനത്തിൽ തന്നെ 19-ാം സങ്കീർത്തനത്തിൻ്റെ പകുതി ഭാഗത്ത് വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവയുടെ സാക്ഷ്യം ന്യായപ്രമാണം തികവുള്ളത്, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു, യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു. അതെല്ലാം വചനത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് തിരിഞ്ഞാൽ ഗോഡ് റിവീൽസ് ഹിംസെൽഫ് ഇൻ ദ വേർഡ്. ആൻഡ് മൂന്നാമതായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, അവൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവം കാലാകാലങ്ങളിൽ ദൈവത്തെ മനുഷ്യർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അനാദികാലം മുതൽ, മനുഷ്യനുണ്ടായ കാലം മുതൽ വെളിപ്പെടുത്തിയത് ദൈവവചനം വഴിയല്ല, യേശുക്രിസ്തു മനുഷ്യനായിട്ട് അവതരിച്ചിട്ടല്ല, പിന്നെ എങ്ങനെയാണ്? സൃഷ്ടികളിലാണ്. ദൈവത്തിൻ്റെ സൃഷ്ടികളെ പരിശോധിച്ചാൽ ദൈവമുണ്ട്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ദൈവമാണ് എന്ന് മനുഷ്യർക്ക് സാമാന്യമായിട്ട് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ പ്രകൃതിയെ നോക്കിയിട്ട് ഒരു ആനിമലിനെയോ അല്ലെങ്കിൽ ഒരു പ്ലാന്റിനെയോ ഒരു ചെടിയെയോ ഒരു മൃഗത്തെയോ ഒരു പക്ഷിയെയോ അല്ലെങ്കിൽ സൗരയൂഥത്തെയോ ഒരു നക്ഷത്രത്തെയോ ഒക്കെ ഗൗരവമായിട്ട് പഠിച്ചാൽ നമുക്കൊന്ന് മനസ്സിൽ ഇതൊന്നും ഇങ്ങനെ ചുമ്മാ അങ്ങ് പൊട്ടിയുണ്ടായി വന്നതല്ല, അതിൻ്റെ പിന്നിലൊരു സൃഷ്ടിതാവ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ ഒന്നും മനസ്സിലായില്ലെങ്കിൽ എനിക്ക് മനസ്സിലാകുന്നില്ലെന്നെങ്കിലും പറയണം. അതിന് പകരം നമ്മളെ അത്ഭുതപ്പെടുത്തിയതിനെയൊക്കെ പിടിച്ച് ദൈവമാക്കിയ ഒരു രീതി, നമ്മളെ അത്ഭുതപ്പെടുത്തിയതിനെ, നമുക്ക് ഇഷ്ടപ്പെട്ടതിനെ, നാം ഭയപ്പെട്ടതിനെ ഒക്കെ ദൈവമാക്കി, അതിൻ്റെയൊക്കെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, പീപ്പിൾ റിജക്റ്റഡ് ഗോഡ്സ് റെവലേഷൻ. ദൈവത്തിൻ്റെ വെളിപ്പാടിനെ അവർ ബോധപൂർവം തള്ളിക്കളഞ്ഞു. എന്നിട്ട് അവർ തന്നെ അവർക്ക് ദൈവങ്ങളെ ഉണ്ടാക്കി. അതാണ് 18-ാം വാക്യം പറയുന്നത്. 18-ാം വാക്യം വായിക്കുന്നത് നല്ലതാണ്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന, അനീതി കൊണ്ട് സത്യത്തെ തടുത്തു. സത്യം എന്താണെന്ന് ചോദിച്ചാൽ, സത്യം ദൈവമാണ് സൃഷ്ടിതാവ്, ദൈവം ഉണ്ട്, സത്യദൈവം ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അനീതി കൊണ്ട്, ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും നമ്മളെ നീതീകരിക്കേണ്ടി വന്നത്. മനുഷ്യൻ തുടക്കത്തിലെ ആരായി? അനീതിയുള്ളവനായി. അവൻ ദൈവത്തിൻ്റെ സത്യത്തെ തടുക്കുകയും അതിനെ വ്യാജമാക്കി മാറ്റിക്കളയുകയും ചെയ്തു. വാക്യം മുഴുവൻ വായിക്കാം. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അപ്പം അനീതി എന്നുള്ള പദം അവിടെ 2 പ്രാവശ്യം വന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുക എന്നവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം നിങ്ങൾ പരിശോധിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഹോൾഡ് ഡൗൺ ഓർ സപ്രസ്. ആഫ്റ്റർ നോയിങ് ദാറ്റ് ദിസ് ഈസ് ട്രൂത്ത്, മേക്കിംഗ് ആൻ എഫേർട്ട് ടു ഹോൾഡ് ഇറ്റ് ഡൗൺ. അത് ഈ സത്യം ആരും മനസ്സിലാക്കരുത്. ഈ അടുത്ത സമയത്ത് നിങ്ങളെല്ലാം പത്രത്തിൽ വായിച്ച് കാണും, യുസു കോളേജിനടുത്ത് ആലുവാപ്പുഴയിൽ ഒരു ഒരു പുതപ്പിനകത്തൊരു ശരീരം കെട്ടി താഴ്ത്തി കളഞ്ഞു. അതിനെ താഴ്ത്തി കളഞ്ഞത്, പക്ഷെ അത് പൊങ്ങി വന്നപ്പോഴാണ് നമുക്ക് പിടികിട്ടിയത്. അതിനെ താഴ്ത്തി കളഞ്ഞത്, അതാണ് ഈ തടുക്കുക എന്ന് പറയുന്നത്. ഈ സത്യം പൊങ്ങി വരാതിരിക്കാൻ സത്യത്തെ എത്രയും താഴ്ത്തി വിടാമോ അത്രയും കല്ലൊക്കെ കെട്ടി താഴ്ത്തി വിട്ടു. പക്ഷെ സത്യം എപ്പോഴും പൊങ്ങി വരും. എത്ര വലിച്ചു താത്തിയാലും സത്യം പൊങ്ങി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതേ പദം തടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ ദൈവമുണ്ട് എന്നുള്ള കാര്യം ആർക്കും വെളിപ്പെടാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ പിന്നിൽ ആര് പ്രവർത്തിച്ചിട്ടുണ്ട്? ദൈവം വെളിപ്പെടരുത് എന്നാഗ്രഹിച്ച് അതിൻ്റെ പിന്നിൽ മനുഷ്യനിൽ പ്രവർത്തിച്ചത് ആരാണ്? ദൈവത്തെ എതിർക്കുന്ന സബ്റ്റിലിറ്റി ഓഫ് സൈറ്റൻ. പിശാചിൻ്റെ ഒരു തന്ത്രമാണ് പണ്ട് മുതലേ ദൈവത്തെ ആരും അറിയരുത്. ദൈവത്തെ അറിഞ്ഞാലുണ്ടാകുന്ന അപകടം അവനറിയാവുന്നതുകൊണ്ട് ദൈവത്തെ അറിയരുത്. ദൈവത്തെ അറിയാതിരിക്കാനായിട്ട്, ദൈവത്തെ മറച്ചു പിടിക്കാനായിട്ട് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങളെ മൂടി വയ്ക്കുക. അതുകൊണ്ടാണ് വിളക്ക് കത്തിച്ച് മൂടി വെക്കരുത്, തണ്ടിന്മേൽ വെക്കണമെന്ന് പറഞ്ഞത്, എല്ലാവർക്കും അറിയാനായിട്ട്. അതിനെ ഹോൾഡിങ് ഡൗൺ, സപ്രസിങ്. ആഫ്റ്റർ നോയിങ് ദ ട്രൂത്ത്, ദേ ഡിഡ് നോട്ട് അലൗ ദ ട്രൂത്ത് ടു വർക്ക് ഔട്ട് ഐദർ ഇൻ ദെയർ ലൈവ്സ് ഓർ ഇൻ അതർ പീപ്പിൾസ്. അവരുടെ ജീവിതത്തിലോ മറ്റുള്ളവരോ ഈ സത്യം ഒരിക്കലും മനസ്സിലാക്കാതിരിക്കാനായിട്ട് അതിനെ ഹോൾഡ് ഡൗൺ ചെയ്യുന്നതിനെയാണ് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുക എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുക. അത് തടുക്കാനായിട്ട് അവർ ശ്രമിച്ചപ്പോൾ ഞാൻ ചില വാക്യങ്ങൾ മാത്രം ആ ഭാഗത്ത് നിന്ന് വായിപ്പിക്കാം. 21-ാം വാക്യം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥനായി തീർന്നു. അപ്പോൾ ദൈവത്തെ അറിയാൻ മേലാഞ്ഞിട്ടല്ല, ദൈവം ഉണ്ടെന്ന് മനസ്സിലാകാഞ്ഞിട്ടല്ല, പക്ഷെ അവർ അത് ബോധപൂർവം
മാറ്റിവെച്ചു, മറച്ചു വെച്ചു. അപ്പോൾ അവിടെ സംഭവിച്ചത് നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. വെയിൻ ഇമാജിനേഷൻസ്, അവരുടെ ചിന്ത. അതുകൊണ്ടാണ് നമ്മുടെ ചിന്ത വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. അവർ തോട്ട് ലൈഫ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ആ കൂട്ടത്തിൽ നമ്മുടെ കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മളുടെ തോട്ട് ലൈഫാണ്, ചിന്താ ജീവിതമാണ്. പ്രവൃത്തി വളരെ ക്ലിയർ ആയിരിക്കും. കാരണം നമുക്കെല്ലാം ഒരു മുഖംമൂടിയിട്ട് എല്ലാവരെയും നല്ല പ്രവൃത്തിയൊക്കെ ചെയ്ത് ജീവിക്കുന്നത് കാണിക്കാൻ എളുപ്പമുണ്ട്. എന്നാൽ നമുക്ക് പലപ്പോഴും നമ്മുടെ ചിന്താ ജീവിതത്തിൽ ഒരുപാട് കുഴപ്പങ്ങൾ വരുന്നത് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്, ഒടുവിൽ സഹോദരന്മാരെ സത്യമായതൊക്കെയും ചിന്തിക്കണം, അസത്യം ഒന്നും ചിന്തിക്കരുത്. നമ്മുടെ മനസ്സിലെപ്പോഴും സത്യം നിറഞ്ഞിരിക്കണം, സത്യമായത് നിറഞ്ഞിരിക്കണം, സത്യം തന്നെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. തോട്ടിൽ നമ്മുടെ ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം, ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനവും. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തിന് കീഴ്പ്പെടുന്നില്ല. അപ്പോൾ ഇവരുടെ ജഡത്തിൻ്റെ ചിന്തകളെ ഉദ്ദീപിപ്പിച്ച പിശാച്. അല്ല, ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, മനുഷ്യർക്ക്, വിശ്വാസികൾക്ക് 3 ശത്രുക്കളുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ ശാസ്ത്രം പറയാൻ കഴിയും. ലോകം, ജഡം, പിശാച്. ഇതിലേറ്റവും ശക്തൻ ആരാണ്? ഇതിലേറ്റവും ശക്തൻ ജഡമാണ്. അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന മറ്റ് ഫോഴ്സസൊക്കെ കാണും. മറ്റേതൊക്കെ എങ്ങനെ നമുക്ക് പരിഹരിച്ചെടുക്കാം. എന്നാൽ ഈ ജഡം ഭയങ്കര ഒരു സാധനമാണ്. അതുകൊണ്ട് നമ്മുടെ ജഡീക ചിന്തകൾ വന്നു കഴിയുമ്പോഴാണ് നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ ചിന്തകൾ വഴിതെറ്റി പോയി. അങ്ങനെ പോയപ്പോൾ എന്ത് സംഭവിച്ചു? ആ വാക്യം ഒന്നുകൂടെ വായിച്ചാൽ, 21-ാം വാക്യം മുഴുവൻ വായിച്ചാൽ, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീരുന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അവരുടെ ഹൃദയം വിവേകശൂന്യമായി. അവരുടെ ഹൃദയം ദൈവത്തിൻ്റെ സത്യങ്ങളെ മൂടി വെച്ചപ്പോൾ അവരുടെ ഹൃദയം വിവേകശൂന്യമായി, അവരുടെ ഹൃദയം ഇരുണ്ടുപോയി. അപ്പോൾ നമുക്ക് വേറെ ചില വാക്യങ്ങൾ കൂടി ഓർമ്മ വരികയാണെങ്കിൽ, ഈ സത്യസുവിശേഷം, തേജസ്സുള്ള സുവിശേഷം നമ്മുടെ ഹൃദയത്തിൽ ശോഭിക്കാതിരിക്കേണ്ടതിന്. അപ്പോൾ സുവിശേഷം എന്ന് പറഞ്ഞാൽ ഈ യേശുക്രിസ്തു വന്നതിന് ശേഷം മാത്രമല്ല, അതിന് മുമ്പ് സുവിശേഷമുണ്ട്. അതിനെ നിത്യസുവിശേഷം എന്ന് പറയും. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു ദൂതൻ നിത്യസുവിശേഷം പ്രഘോഷിച്ചു. നിങ്ങളാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. എന്താണ് ഈ നിത്യസുവിശേഷം? ദൈവത്തെ ഭയപ്പെട്ട് വായിക്കുന്നത് നന്നായിരിക്കും. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവുമായവരോട് അറിയിക്കുവാൻ അവൻ്റെ പക്കൽ ഒരു നിത്യസുവിശേഷമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പക്കൽ എപ്പോഴും ഒരു സുവിശേഷമുണ്ട്, നിത്യസുവിശേഷം. അത് ദൈവം നമ്മളോട് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേൾക്കാത്തത് കാരണമാണ് യേശുവിനെ അയച്ച് പിന്നെയും ഒരു നമ്മൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ നമ്മുടെ രൂപത്തിൽ ഒന്ന് സുവിശേഷം പറയേണ്ടി വന്നത്. എന്താണ് ആ സുവിശേഷം? ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുവേൻ. കണ്ടോ, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ. എന്നാൽ ഇവർ ചെയ്തത് ദൈവമെന്ന് അറിഞ്ഞ് നന്ദി കാണിക്കുകയോ അവരുടെ ഹൃദയത്തിൽ ദൈവത്തിനൊരു മഹത്വം കൊടുക്കുകയോ ചെയ്യാനായിട്ടുള്ള പ്രേരണ ഉണ്ടായില്ല. അപ്പോൾ അവരുടെ ഹൃദയത്തിന് എന്ത് സംഭവിച്ചു? അവരുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകശൂന്യമായ ഹൃദയം ഇരുണ്ടുപോയി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തേജസ്സുള്ള സുവിശേഷം അവരുടെ ഹൃദയത്തിൽ ശോഭിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിൻ്റെ ദൈവം അവരുടെ ഹൃദയങ്ങളെ കുരുടാക്കി കളഞ്ഞു. ഇത് നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. 2 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലാണ് നമ്മൾ വായിക്കുന്നത്. എന്താണ് 4:4 വായിക്കുന്നത്? ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം പ്രകാശിക്കാതിരിക്കണ്ടേ. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. അവരുടെ മനസ്സ് കുരുടായിപ്പോയി. അവർ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ ഹൃദയം വിവേകശൂന്യമായി, അത് ഇരുണ്ടുപോയി. അപ്പോൾ അവർ തന്നെയാണ് അതിന് കുഴപ്പക്കാർ. കാരണം അവർ സത്യത്തെ ഹോൾഡ് ഡൗൺ ചെയ്തു. ദൈവത്തിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടും അത് ഉയർന്നു വരരുതെന്ന് വിചാരിച്ച് ഹോൾഡ് ഡൗൺ ചെയ്തതുകൊണ്ട് ആത്യന്തികമായിട്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അവരുടെ ഹൃദയം തന്നെ ഇരുണ്ടുപോയി. അവരുടെ ഹൃദയം വിവേകം ഇല്ലാത്തതായിപ്പോയി. 22-ാം വാക്യം വായിച്ചാൽ, ഇതൊക്കെ ചെയ്തപ്പം അവർ ചിന്തിച്ചത്, ജ്ഞാനികൾ
ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. they thought they are very intelligent. നമ്മൾ വായിക്കുന്നത് റോമാലേഖനം 1-ാം അധ്യായത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഞാൻ വാക്യം മാത്രം പറയുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യമാണ് ഇപ്പോൾ വായിച്ചത്. അവർ ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. they thought they are intelligent but they became foolish. അവർ വിചാരിച്ചു അവർ ഭയങ്കര ബുദ്ധിമാന്മാരാണെന്ന്, ദൈവത്തെ പോലും തോൽപ്പിക്കാൻ പറ്റിയെന്നൊക്കെ അവർ വിചാരിച്ചു. ബട്ട് ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അവർ മൂഢന്മാരായി പോയി. ഇൻ്റലിജൻ്റ് ആണെന്ന് വിചാരിച്ചു, പക്ഷേ അവർ ഇഗ്നറൻ്റ് ആയിപ്പോയി. അതെന്തിനായിരുന്നെന്ന് ചോദിച്ചാൽ അവർക്ക് അധർമ്മ പ്രവൃത്തികളൊക്കെ ചെയ്യണമായിരുന്നു. ദൈവം ഉണ്ടെങ്കിൽ ദൈവം ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ധാർമ്മികമായിട്ട് ജീവിക്കാനൊരു പ്രേരണ ഉണ്ടാകുമല്ലോ. ദൈവം ഇല്ലെങ്കിൽ, ദൈവത്തിന് കണ്ണും കാതും ഒക്കെ, കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത, വായുണ്ടെങ്കിലും സംസാരിക്കാത്ത, കാലുണ്ടെങ്കിലും നടക്കാത്ത, കൈയുണ്ടെങ്കിലും പ്രവർത്തിക്കാത്തൊരു ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ എത്ര സൗകര്യമായി. ഞാൻ പറഞ്ഞ നമുക്ക് മനസ്സിലായെന്ന് അറിയാൻ പാടില്ല. പ്രതികരിക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ നമുക്ക് എന്തും ചെയ്തുകൂടെ? യെസ്, തോന്നിയ പോലെ നടക്കാം. അപ്പം അധാർമിക പ്രവൃത്തികളിൽ അനുതാപമില്ലാതെ നടക്കാൻ ആഗ്രഹിച്ച മനുഷ്യൻ ബുദ്ധിമാനെന്ന് വിചാരിച്ച് ബുദ്ധിരഹിതമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങി. അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഏത് മനുഷ്യനും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ലക്ഷ്യമുണ്ടാകും. ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക്, നിങ്ങൾ താവോട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും, ഞാൻ വായിപ്പിക്കാം. അധാർമിക പ്രവൃത്തികളിൽ ഏർപ്പെടണം. അത് അധാർമികതയാണെന്ന് അറിഞ്ഞാലും മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാതെ അവരുടെ അസത്യത്തിലും അധാർമികതയിലും തുടരണം. അതിനായിട്ടാണ് അവരെന്ത് ചെയ്തത്? അവർക്കിഷ്ടമുള്ള തരത്തിലുള്ള ദൈവങ്ങളെ സൃഷ്ടിച്ചു. യഥാർത്ഥ ദൈവത്തെ മാറ്റിവെച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ദൈവങ്ങളെ അവർ സൃഷ്ടിക്കാൻ, ദൈവത്തെ അല്ല, ദൈവങ്ങളെ. എല്ലാ പദങ്ങളും ശ്രദ്ധിക്കണം. ദൈവത്തെ അല്ല സൃഷ്ടിച്ചത്, ദൈവങ്ങളെ സൃഷ്ടിച്ചു. അപ്പോൾ 22-ാം വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. അവർ ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് മൂഢന്മാരായിപ്പോയി. അതിനെ സാധൂകരിക്കാൻ 23-ാം വാക്യം അവർ ചെയ്തു. 23 ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അരൂപിയായ ദൈവത്തെ, അക്ഷയനായ ദൈവത്തെ രൂപമുള്ളവനാക്കി മാറ്റി ക്ഷയമുള്ളവനാണെന്ന്. കാരണം ഒരു മനുഷ്യൻ്റെ രൂപത്തിലുണ്ടാക്കുമ്പം അത് ക്ഷയിച്ചു പോകും. ഒരു മൃഗത്തിൻ്റെ രൂപത്തിലുണ്ടാക്കുമ്പോൾ അതിന് നിത്യത ഇല്ലാത്ത സാധനമാണല്ലോ. അപ്പോൾ നമ്മുടെ ദൈവം അങ്ങനെ ഒരാളാണെങ്കിൽ അത് രൂപമുള്ളതായി ക്ഷയിക്കുന്നതായി. അക്ഷയനായ ദൈവത്തെ ക്ഷയമുള്ളതിനോട് ഉപമിച്ചു. അതിന് രൂപമില്ലാത്തതിന് എന്ത് നൽകി? രൂപം നൽകി. ഇത് എന്തിനായിരുന്നു? 24-ാം വാക്യം. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടതിന്. ഹൃദയങ്ങളിൽ മോഹങ്ങളുണ്ടായിരുന്നു. അവരുടെ ഹൃദയങ്ങളിൽ എന്തുണ്ടായിരുന്നു? പലതരത്തിലുള്ള മോഹങ്ങളുണ്ടായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അധാർമിക പ്രവൃത്തികളൊക്കെ ചെയ്യാനുള്ള മോഹങ്ങൾ, സ്വാഭാവികമായിട്ട് പോലും ആളുകൾ ചെയ്യാൻ താല്പര്യപ്പെടാത്ത കാര്യങ്ങൾ പോലും ചെയ്യാനുള്ള മോഹം, അതാണ് അവലക്ഷണമായത് പ്രവർത്തിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുന്നത്. ആ മോഹങ്ങൾ അവരുടെ ഉള്ളിലുണ്ടായിരുന്നത് കൊണ്ട് ആ മോഹത്തെ അനുസരിച്ച് നടക്കുന്നതിന് വേണ്ടിയാണ് അവർ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടത്. 25 ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ദൈവത്തിൻ്റെ സത്യങ്ങളെ താഴേക്ക് പിടിച്ചിട്ട് അവർ ദൈവത്തിൻ്റെ സത്യങ്ങളെ എന്താക്കി മാറ്റി? വ്യാജമാക്കി മാറ്റി. വ്യാജം ആരാ സൃഷ്ടിക്കുന്നത്? പിശാച്. അവൻ വ്യാജം പറയുന്നവനും അതിൻ്റെ ജനകൻ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യത്തിൽ. അതുകൊണ്ട് ആ ആളുകളെ നോക്കിയിട്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളല്ല, പിശാച്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവരുടെ ഹൃദയത്തിലൊക്കെ ഈ പ്രേരണ കൊടുത്തത് പിശാച് എന്ന പിതാവാണ്. ആ പിശാചിൻ്റെ പ്രവൃത്തികളെ ചെയ്യാൻ അവർ ഇഷ്ടപ്പെട്ടു. പിശാച് ആദ്യം മുതൽ കൊലപാതകനും നുണ പറയുന്നവനുമാണ്. അവൻ വ്യാജം പറയുന്നവനും അതിൻ്റെ അപ്പനും, അത് ഉൽപ്പാദിപ്പിക്കുന്നവനുമാണ്. അപ്പോൾ ഇപ്പം ദൈവത്തിൻ്റെ സത്യത്തെ പിശാചിൻ്റെ പ്രേരണയാൽ അവരെന്താക്കി മാറ്റിക്കളഞ്ഞു? വ്യാജമാക്കി മാറ്റി. അപ്പോൾ എന്ത് ചെയ്തു? സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ആരാധിച്ചു. 25-ാം വാക്യം. ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു, സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു, അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. അത് പൗലോസ് അതിനിടയ്ക്ക് ആരാധനയിലേക്ക് മാറിയതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. കാരണം എനിക്കിതിന് താല്പര്യമില്ല, ഞാൻ സത്യദൈവത്തെ
സൃഷ്ടിതാവായ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാണ് ആമേനൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൻ്റെ സത്യത്തെ വ്യാജമാക്കി സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ആരാധിച്ചു, അല്ലേ? ലെഫ്റ്റ് ക്രിയേറ്റർ ആൻഡ് ടേൺഡ് ക്രിയേഷൻ. സൃഷ്ടിയെ ആരാധിച്ചു, സൃഷ്ടിച്ചവനെ വിട്ടുകളഞ്ഞു. അതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നത്. 26-ാം വാക്യം, അതുകൊണ്ട് ദൈവം അവരെ അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു, അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. കണ്ടോ, സ്വഭാവ വിരുദ്ധമായ ഭോഗങ്ങളിൽ. ഇപ്പം ഈ ഭോഗങ്ങളിൽ പോകാൻ വേണ്ടിയാണ് ഈ പണിയൊക്കെ ചെയ്തത്. ദേ വോണ്ടഡ് ടു എൻജോയ് ദെയർ ലൈഫ് ഇൻ വാട്ട് എവർ ദേ വോണ്ടഡ് ടു മേക്ക് ഇറ്റ്. അവരുടെ ജീവിതം എങ്ങനെയെല്ലാം ആസ്വദിക്കാമോ ആ തരത്തിലൊക്കെ അവരെ ആസ്വാദ്യം ആക്കി മാറ്റുന്നതിന് വേണ്ടി അവർ ആ തരത്തിലുള്ള താല്പര്യങ്ങളിലേക്കൊക്കെ മാറാൻ. അപ്പോൾ ദൈവം കാണുന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് സന്തോഷപൂർവ്വം ഈ കാര്യങ്ങളൊക്കെ അല്ല. നമ്മൾ ബൈബിൾ അറിയാവുന്ന ആളുകളായതുകൊണ്ട് ജോസഫ് അങ്ങനെയുള്ളൊരു ഉല്ലാസത്തിൽ പ്രവേശിക്കാൻ മടിച്ചത് എന്തുകൊണ്ടാണ്? ദൈവം കാണുന്നു എന്നുള്ള അവബോധം വന്നപ്പോഴാണ്. അല്ല, ഇവിടെ ആരും ഇല്ലല്ലോ, നമുക്ക് എന്തും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞപ്പം ജോസഫിൻ്റെ ഉള്ളിലേക്ക് വന്ന ഒരു അവബോധം എന്തായിരുന്നു? ദൈവം എന്നെ എല്ലാ സമയത്തും കാണുന്നുണ്ട്. അതാണ് അവനെ വിലക്കിയത് തെറ്റ് ചെയ്യുന്നതിൽ നിന്ന്. ദൈവം ഇല്ല, ദൈവം കാണുന്നില്ല, ആരും എന്നെ കാണുന്നില്ല എന്ന തോന്നൽ എൻ്റെ ഉള്ളിലുണ്ടാകുമ്പോൾ എനിക്ക് എന്തും പ്രവർത്തിക്കാൻ, എനിക്ക് എൻ്റെ തന്നെ ഒരു ദൈവത്തെ ഉണ്ടാക്കാനൊക്കെ ഉള്ള ഉൾപ്രേരണയുണ്ടാകും. അപ്പോൾ അങ്ങനെയാണ് ഈ മനുഷ്യൻ അധപ്പതിച്ച് പോയത്. പക്ഷേ ഇതെല്ലാം ചെയ്തപ്പോൾ അവൻ ധരിച്ചത് എന്താണ്? അവൻ ജ്ഞാനിയാണ്. അതെല്ലാം നമ്മൾ നേരത്തെ വായിച്ചത്. ജ്ഞാനികളെന്ന് ധരിച്ച് അവരെന്തായിപ്പോയി? മൂഢന്മാരായിപ്പോയി. ആൻഡ് ദേ ഇൻഡൾജ്ഡ്. പലതരത്തിലുള്ള അധാർമ്മിക പ്രവൃത്തികളിൽ അവർ ഇൻഡൾജ് ചെയ്തു. എന്നിട്ട് അതേക്കുറിച്ച് അവർക്കൊരു റിപ്പൻറ്റൻസും ഇല്ല. റിപ്പൻറ്റ് ചെയ്ത് വരാനാണ് ദൈവം ആഗ്രഹിച്ചത്. ബട്ട് ദേ വർ നോട്ട് റിപ്പൻറ്റിങ്. ഒരു ഡിവല്യൂഷനാണ് നമ്മളിവിടെ കാണുന്നത്, ഒരു അധപ്പതനമാണ് കാണുന്നത്. പലരും പറയുന്നത് മനുഷ്യൻ ഇവല്യൂഷനാണെന്നാണ്. ഞാൻ പറയുന്നത് ഇവല്യൂഷനല്ല, ഡെവല്യൂഷനാണെന്നാണ്. നമ്മൾ ഇവോൾവ് ചെയ്ത് വന്നതല്ല, അധപ്പതിച്ച് വന്നപ്പം ഇപ്പം നമ്മൾ ആനിമൽസിൻ്റെ സ്വഭാവം ആയതുകൊണ്ട് നമ്മൾ പറയുകയാണ് ആനിമലിൽ നിന്ന് വന്നതാണെന്ന്. ദൈവത്തിൻ്റെ സ്വഭാവമായിരുന്നെങ്കിൽ നമുക്കൊരിക്കലും ആനിമലിൽ നിന്നുണ്ടായതാണെന്ന് പറയാനല്ല തോന്നുന്നത്. ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചതാണ്, ദൈവത്തിൻ്റെ പൈതലാണ്. ആ താല്പര്യം ഇല്ല. നമ്മളിപ്പോൾ പറഞ്ഞു പറയുന്നത് ഐ കെയിം ഔട്ട് ഓഫ് ആൻ ആനിമൽ എന്നാണ് പറയുന്നത്, അല്ലേ? തിയറി ഓഫ് ഇവല്യൂഷൻ. ഇറ്റ്സ് നോട്ട് ഇവല്യൂഷൻ, ഇറ്റ് ഈസ് ഡെവല്യൂഷൻ. നമ്മൾ അധപ്പതിച്ച് പോയതാണ്. അധപ്പതിച്ച് ദൈവത്തെ വിട്ട് അധപ്പതിച്ച് ജ്ഞാനിയാണെന്ന് പറഞ്ഞ് അജ്ഞാനിയായി വേണ്ടാത്ത ഭോഗങ്ങളിലും സുഖങ്ങളിലും ഒക്കെ ഇടപെട്ടു. മാനസാന്തരമില്ലാത്തവനായിട്ട് മാറി. സ്വഭാവ വിരുദ്ധമായ കാര്യം. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചപ്പോൾ ദൈവം ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നല്ലോ. 28-ാം വാക്യം വായിച്ചേട്ടെ. 28-ാം വാക്യം, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുവാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവം അവർക്ക് നികൃഷ്ട ബുദ്ധി കൊടുത്തു. നമ്മൾ വായിക്കുമ്പം ഈ നികൃഷ്ട ബുദ്ധി എന്താണെന്ന് പിടികിട്ടുന്നുണ്ടോ എന്നും എനിക്ക് സംശയമുണ്ട്. എ ഡിപ്രൈവ്ഡ് മൈൻഡ് ഓർ എ റിപ്രൊബേറ്റ് മൈൻഡ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ഡിപ്രൈവ്ഡ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എ മൈൻഡ് ദാറ്റ് കനോട്ട് ടേക്ക് ദ റൈറ്റ് ജഡ്ജ്മെൻറ്റ്. ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത ഒരു മനസ്സ്. പാപത്തിലേക്ക് പോകുന്ന, ദൈവത്തിൻ്റെ സത്യങ്ങളെ വ്യാജമാക്കി മാറ്റുന്ന ഒരാളുടെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഹി കനോട്ട് ടേക്ക് റൈറ്റ് ഡിസിഷൻസ് ആൻഡ് ജഡ്ജ്മെൻറ്റ്സ്. ശരി ഏതേ തെറ്റേതെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയുകയില്ല. നമ്മളിടയ്ക്ക് പറയാറില്ല, ശാഠ്യം പിടിച്ച് ഞാൻ പറഞ്ഞതൊക്കെ ശരി, അതിനപ്പുറത്തൊന്നുമില്ല എന്ന് വാശി പിടിക്കുന്നത് അവർക്കൊരു ഡിപ്രൈവ്ഡ് മൈൻഡ് ഉള്ളതുകൊണ്ടാണ്, ഒരു നികൃഷ്ട ബുദ്ധി ഉള്ളതുകൊണ്ടാണ്. മലയാളത്തിലെ നികൃഷ്ട ബുദ്ധി മനസ്സിലാക്കാൻ വിഷമമുള്ളതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് പദം പറഞ്ഞത്. എ റിപ്രൊബേറ്റ് ഓർ എ ഡിപ്രൈവ്ഡ് മൈൻഡ്, എ മൈൻഡ് ദാറ്റ് കനോട്ട് ടേക്ക് ദ റൈറ്റ് ജഡ്ജ്മെൻറ്റ് ആൻഡ് ദ റൈറ്റ് ഡിസിഷൻ. ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത. അതുകൊണ്ടല്ലേ നമ്മൾ പല പ്രാവശ്യം സുവിശേഷമായിട്ട് ഇടപെട്ടാലും സത്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താലും ഡിസിഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ലൈഫ് ശരിയാവുകയുള്ളൂ. പക്ഷെ നമ്മൾ പലരോടും ഇടപെടുമ്പം കാണുന്നൊരു കാര്യം, ദേ ആർ നോട്ട് ഏബിൾ ടു ടേക്ക് എ റൈറ്റ് ഡിസിഷൻ. ഇത് സത്യമൊക്കെ ആണെന്നറിഞ്ഞാലും ഒരു തീരുമാനം അങ്ങോട്ട് എടുക്കാൻ നിങ്ങൾ ആരോട് സുവിശേഷം പറയാറില്ലേ? പറയുന്നുണ്ടെങ്കിൽ പലപ്പോഴും കാണുന്നൊരു കാര്യമല്ലേ. ദേ നോ ദാറ്റ് ദിസ് ഈസ് ട്രൂത്ത്, ബട്ട് ദേ ആർ അൺഏബിൾ ടു ടേക്ക് എ സ്ട്രോങ് ഡിസിഷൻ ഇൻ ഫേവർ ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തിന് അനുകൂലമായിട്ടൊരു ശക്തമായ നിലപാടും തീരുമാനവും എടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്? അവരുടെ ബുദ്ധി എന്തായിപ്പോയി? നികൃഷ്ടമായിപ്പോയി. അവരുടെ ബുദ്ധി ഇരുളായിപ്പോയി. അതുകൊണ്ടാണ് പൗലോസ് പ്രാർത്ഥിച്ചത്, ഇങ്ങനെയുള്ളവരുടെ ഹൃദയദൃഷ്ടികളൊക്കെ ദൈവം പ്രകാശിപ്പിക്കണം. ദൈവം പ്രകാശിപ്പിക്കുന്നില്ലെങ്കിൽ ആ ബുദ്ധിയിൽ ഇതൊന്നും തെളിഞ്ഞു വരികയില്ല. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വായിക്കുന്നത്, ദൈവം ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച്
നമുക്കെന്ത് ചെയ്തു? വെളിപ്പെടുത്തി തന്നു. ദൈവം അതുകൊണ്ട് അതാണ് വെളിപ്പാടിൻ്റെ പ്രാധാന്യം. ഇങ്ങനെ അവരങ്ങ് പോകുന്നിടത്തോളം കാലം ഒരിക്കലും അവർ ദൈവത്തെ കണ്ടെത്തുകയില്ല. അവരുടെ ബുദ്ധി അഫലമായി അത് ഇരുണ്ടു പോയിട്ട് അത് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത ഒരു ബുദ്ധിയായിട്ട് അധപ്പതിച്ചു പോവുകയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് നമ്മൾ അറിയേണ്ടത്. ആൻഡ് ദ നെറ്റ് റിസൾട്ട് 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പോയതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. അപ്പോൾ വാട്ട് ആർ ദേ ഡൂയിങ് എന്നുള്ളതാണ് അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തത്. നിങ്ങൾ ആരെങ്കിലും ആ ലിസ്റ്റ് ശ്രദ്ധിച്ച് വായിച്ചോ എന്ന് എനിക്കറിയാൻ പാടില്ല. മലയാളം പുസ്തകത്തിൽ 20 കാര്യങ്ങളും ഇംഗ്ലീഷ് പുസ്തകത്തിൽ 24 കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. മലയാളികൾ 4 എണ്ണം കുറഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ച് 4 വാക്ക് വിട്ടുകളഞ്ഞതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. എനിവേ, ഇൻ മലയാളം ബൈബിൾ യു ഹാവ് 20 ഐറ്റംസ്. അപ്പോൾ എന്താണ് പാപം, എന്തൊക്കെ തെറ്റാണ് അവർ ചെയ്തതെന്ന് ചോദിച്ചാൽ ആ വായിച്ചതിനകത്ത് എല്ലാം തന്നെ ഉണ്ട്. അതിനകത്ത് അവസാനം ഒരു പ്രയോഗം ഉണ്ടായിരുന്നു, പുതുദോഷം സങ്കല്പിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ദോഷം പുതിയ പുതിയ രീതിയിലൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് റിസർച്ച് ചെയ്യുന്നവർ. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ പത്രം വായിക്കുമ്പം ഇങ്ങനെയും കൊല്ലാമല്ലേ, ഇങ്ങനെയും മോഷ്ടിക്കാമല്ലേ, ഇങ്ങനെയും ഈ കാര്യം ചെയ്യാം എന്ന് നമുക്ക് പെട്ടെന്നൊരു ഇൻസൈറ്റ് വരുന്നത്. അതിന് പുറകെ പോകല് കേട്ടോ. വരുന്നതെന്ന് പറഞ്ഞാൽ ആ പുതിയ പുതിയ രീതിയിൽ ദോഷം ചെയ്യാനായിട്ട് ആളുകൾ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്മ ചെയ്യാനുള്ള പ്രേരണ ആളുകൾക്ക് ഉണ്ടാകുന്നില്ല. കാരണം അവരുടെ മനസ്സ് ഉരുടായിപ്പോയി, അവരുടെ ബുദ്ധി നികൃഷ്ട ബുദ്ധിയാണ്. അവർക്ക് റൈറ്റ് ഡിസിഷൻസ് എടുക്കാനായിട്ട് കഴിയുന്നില്ല. എന്താണ് ശരി തെറ്റെന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. കാരണം ദൈവത്തിൻ്റെ സത്യത്തെ അവരെന്താക്കി മാറ്റിക്കളഞ്ഞു? വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. ഇതുപോലെയുള്ള ലിസ്റ്റുകൾ ബൈബിളിൽ പല സ്ഥലത്തും കിടപ്പുണ്ട്. എനിക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഹോംവർക്ക് ചെയ്ത് നോക്കണം. ഞാൻ 1-2 ലിസ്റ്റുകൾ എവിടെ കിടക്കുന്നു എന്നൊന്ന് പറഞ്ഞുതരാം. ഇവിടെ ഒരു ലിസ്റ്റുണ്ട്, 1 ലിസ്റ്റ്. ഇനി ആർക്കെങ്കിലും പാപം എന്താണ്, എങ്ങനെയൊക്കെ ആളുകൾ തെറ്റ് ചെയ്യും എന്നറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ബൈബിളിൻ്റെ പല ഭാഗത്തും ഇങ്ങനത്തെ പട്ടികയെല്ലാം നോക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഒരെണ്ണം നമ്മൾ വായിച്ചു. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 23 വരെ വായിക്കുകയാണെങ്കിൽ അവിടെ യേശു ഒരു ലിസ്റ്റ് തരുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 23 വരെ. മനുഷ്യനിൽ നിന്നും പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. മനുഷ്യൻ കൈ കഴുകാതെ കഴിക്കുന്നതല്ല, അതിനത്രേ അപകടമില്ല. മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത്. അപ്പോൾ എന്തെല്ലാം അകത്തുണ്ടോ അതാണ് ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നത്. ആ മനസ്സിനകത്ത്, ഡിപ്രൈവ്ഡ് മൈൻഡിനകത്ത്, നികൃഷ്ട ബുദ്ധിയിൽ ഇരിക്കുന്ന സാധനങ്ങൾ ഓരോന്നോരോന്ന് പുറത്തേക്ക് വരികയാണ്. ഇതുകൊണ്ടായിരിക്കും പണ്ട് തമ്പിയുടെ ഹൃദയം എന്നും പറഞ്ഞൊരു ട്രാക്റ്റ് പഴയ കാലത്തുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തെല്ലാം ഇരിപ്പുണ്ടെന്നുള്ളത് കാണാൻ പറ്റും. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയാൻ പാടില്ലെന്ന് തോന്നുന്നു. അതുപോലത്തെ കാര്യങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വായിക്കാം. അകത്ത് നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, ഇതെല്ലാം ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. ആക്ട് പിന്നെ ഉണ്ടാകുന്നത്. പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്ക് കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്ത് നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് അവൻ പറഞ്ഞു. ഇതെല്ലാം മനുഷ്യന്റെ ഉള്ളിലിരിപ്പുണ്ട്. ഇത് ഓരോന്നോരോന്നായിട്ടാണ് മനുഷ്യൻ പുറത്തേക്ക് എടുക്കുന്നത്. ഇതെല്ലാം ഉണ്ടാക്കി എടുത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദൈവമില്ല എന്ന് ആദ്യം അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു ദൈവത്തെ ഞാൻ ഉണ്ടാക്കി, ദൈവത്തിന് ഇഷ്ടമുള്ളൊരു രൂപം കൊടുത്തു. മറ്റൊരു ലിസ്റ്റ് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ കിടപ്പുണ്ട്. ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഗലേഷ്യൻസ് ചാപ്റ്റർ 5 19-21, 5-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 21 വരെ. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്,
മുതലായവ എന്ന് വെളിവാകുന്നു. വീണ്ടും ഒരു ലിസ്റ്റ് 1 തിമോത്തിയുടെ ലേഖനം 1-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ കിടപ്പുണ്ട്. 1 തിമോത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ. ദുർനടപ്പുകാർ, പുരുഷമൈഥുനക്കാർ, നരമോഷ്ടാക്കൾ, ഭോഷ്കു പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നീ വകക്കാർക്കും പത്യോപദേശത്തിന് വിപരീതമായ മറ്റ് ഏതിനും അത്രേ വച്ചിരിക്കുന്നത്. 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 5 വരെ പല സ്ഥലങ്ങളിലുണ്ട്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിലുണ്ട്. അതെല്ലാം തടുത്ത് പെറുക്കിയെടുക്കുന്നത് നല്ലതാണ്. ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ 1-ാം വാക്യം മുതൽ വായിക്കുക. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികൾ, വമ്പ് പറയുന്നവർ, അഹങ്കാരികൾ, ദൂഷകന്മാര്, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ, നന്ദി കെട്ടവർ, അശുദ്ധർ, വാത്സല്യമില്ലാത്തവരും, ഇണങ്ങാത്തവർ, ഏഷണിക്കാർ, അജിതേന്ദ്രിയന്മാർ, ഉഗ്രന്മാര്, സൽഗുണദ്വേഷികൾ, ദ്രോഹികൾ, ധാഷ്ട്യക്കാരും, നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ട് ഒഴിയുക. ഇങ്ങനത്തെ പട്ടികകൾ വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നതൊക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളെ കാണുമ്പോൾ അവരിൽ പ്രവർത്തിക്കുന്നത് ദൈവമല്ല, അവരിൽ വ്യാപരിക്കുന്നത് പൈശാചിക ശക്തികളാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ തരത്തിലുള്ളവർ 2-ാം മരണത്തിലേക്കാണ് പോകുന്നതെന്ന് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലുണ്ട്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. ഈ വക പ്രവർത്തിക്കുന്നവർ എങ്ങോട്ട് പോകുന്നു? വെളിപ്പാട് 21-8. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അത് 2-ാമത്തെ മരണം. 22-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം കൂടെ വായിച്ചാൽ, നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവരും പുറത്തു തന്നെ അവരെല്ലാം 2-ാം മരണത്തിലേക്ക് പോകുന്നവരാണ് എന്ന് പറഞ്ഞപ്പോൾ ഇവർ പിശാചിൻ്റെ കൂടെ ആണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ വാക്യങ്ങളെല്ലാം കൂടെ നിങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവരാരും ദൈവത്തെ തിരിച്ചറിഞ്ഞവരോ ദൈവത്തെ അറിയാൻ താല്പര്യം കാണിക്കുന്നവരോ അല്ല. അവർ 2-ാം മരണത്തിന് യോഗ്യരും, അവരെല്ലാവരും പുറത്ത് തന്നെ. വേദപുസ്തകം അവസാനിക്കുമ്പോൾ ഈ പട്ടിക വീണ്ടും പറയുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. വെളിപ്പാടിൻ്റെ 21-ലും 22-ലും ഈ പട്ടിക കൊടുത്തിട്ട് പല സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ ലിസ്റ്റുണ്ട്. അതെല്ലാം കൂടെ എടുത്താൽ വി വിൽ ഗെറ്റ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ആസ് ടു വാട്ട് സിൻ ഈസ്. എന്താണ് പാപം? ഞാൻ നേരത്തെ ചോദിക്കുന്നുണ്ടായിരുന്നു. പൗലോസ് പറഞ്ഞു വരുന്നത് ഒരു പ്രോബ്ലത്തിലേക്കാണ്. വാട്ട് ഈസ് സിൻ? എന്താണ് പാപം? ക്യാൻ എനിവൺ ഡിഫൈൻ വാട്ട് ഈസ് സിൻ? എന്താണ് പാപം എന്ന് ചോദിച്ചാൽ നിങ്ങൾ മിണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. ഒറ്റ വാക്കുകൊണ്ട് അതിനെ നിർവചിക്കാൻ ബുദ്ധിമുട്ടാണ്. ബൈബിളിൽ തന്നെ 20 പദങ്ങൾ ഉപയോഗിച്ചാണ് സിന്നിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പഴയ നിയമത്തിൽ 8-ഉം പുതിയ നിയമത്തിൽ 12-ഉം. എബ്രായ ഭാഷയിൽ 8 പദങ്ങളും ഗ്രീക്ക് ഭാഷയിൽ 12 പദങ്ങളും കൊടുത്തിട്ടാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് റോമാലേഖനത്തിലെ ആ മലയാളികളുടെ 20 പാപങ്ങളുടെ പട്ടിക ഇതിനൊരു തത്തുല്യമായിട്ടുള്ള പട്ടികയാണെന്ന് വേണമെങ്കിൽ കരുതാം. ഗ്രീക്ക് മൂലത്തിൽ, ഹീബ്രു മൂലത്തിൽ 20 പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. റോമാലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യങ്ങളിൽ 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിലും എത്ര പാപങ്ങൾ പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട്? 20 എണ്ണം പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ 20 എണ്ണം നോക്കിയാൽ തമ്മിലൊരു പാരലൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്താണ് പാപം എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. നിർവചനങ്ങൾ വാക്യങ്ങളുടെ രൂപത്തിൽ തന്നെ ഇഷ്ടം പോലെ ബൈബിളിലുണ്ട്. അതെല്ലാം ഇപ്പോൾ ഞാൻ വായിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഒരു വാക്യം മാത്രം നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. 1 യോഹന്നാൻ 3:4. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. പാപം അധർമ്മം തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സിൻ ഈസ് ലോലെസ്നെസ്. അതായത് വി വോണ്ട് ടു ഗോ ലോലെസ്, നിയമരഹിതരായിട്ട്. ദൈവം നമ്മളെക്കൊണ്ട് പറയുന്നത് നിയമബന്ധിതരായിട്ട് ജീവിക്കണമെന്നാണ്. പക്ഷേ നമ്മുടെ ആഗ്രഹം ടു ലിവ് ലോലെസ്, ഒരു നിയമത്തിനും ദൈവത്തിൻ്റെ വ്യവസ്ഥകൾക്കും കീഴ്പ്പെടാതെ, ദൈവത്തിൻ്റെ വ്യവസ്ഥകളെ കാറ്റിൽ പറത്തിക്കൊണ്ട്
ഞാനായി എൻ്റെ പാടായി, ഞാൻ എൻ്റെ വഴി. അതുകൊണ്ടാണല്ലോ യെശയ്യാ പ്രവാചകൻ ഇതിനെക്കുറിച്ച് വിവരിക്കുമ്പോൾ നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയി, നാം ഓരോരുത്തനും താൻ്റെ വഴിക്ക്, ദൈവത്തിൻ്റെ വഴിക്കല്ല, അവനവൻ്റെ വഴിക്ക്. എൻ്റെ ദൈവം, നിൻ്റെ ദൈവം, എനിക്കിഷ്ടമുള്ള ദൈവം. സോ അവനവൻ്റെ വഴിക്ക് തിരിഞ്ഞ് അവനവൻ്റെ ഇഷ്ടപ്രകാരം. നമ്മൾ നേരത്തെ വായിച്ച 2 തിമോത്തി 3-ാം അധ്യായത്തിൻ്റെ താഴേക്ക് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ആദ്യത്തെ 3-4 വാക്യങ്ങളെ വായിച്ചുള്ളൂ. താഴേക്ക് വായിക്കുകയാണെങ്കിൽ നാനാമോഹങ്ങൾക്ക് അധീനരായി തീർന്നു എന്ന് 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. മനുഷ്യൻ നാനാമോഹങ്ങൾക്ക് അധീനരായി തീർന്നു. ദാറ്റ് ഈസ് സിൻ. അതായത് അവർക്കൊരു ഏകമോഹമില്ല. ദൈവം പറഞ്ഞതുപോലെ ജീവിക്കണം, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കണം. അങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ വെളിപ്പെടുത്തി കൊടുത്തത്. ആദാമിന് പറ്റിയെന്താ? റിവീൽഡ് വിൽ വയലേറ്റ് ചെയ്തെന്നുള്ളതാണ്. എഴുതി കൊടുത്തില്ല, ബട്ട് ഗോഡ് റിവീൽഡ് ദിസ് ഈസ് ദ റൂൾ ബൈ വിച്ച് യു ഹാവ് ടു ലിവ്. പക്ഷേ അവർ ആ റൂളെടുത്ത് കാട്ടിക്കളഞ്ഞിട്ട് ലോലെസ് ആയിട്ട് ജീവിച്ചു. അതുകൊണ്ടാണ് ഞാൻ ആ വാക്യം വായിച്ചത്, സിൻ ഈസ് ലോലെസ്നെസ്. ദൈവത്തിൻ്റെ നിയമങ്ങൾക്കും ദൈവത്തിൻ്റെ നടപടികൾക്കും ഒന്നും വിധേയപ്പെടാതെ അവനവൻ്റെ വഴിക്ക് നടക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? പാപം. അല്ല, കുറച്ചുകൂടി ഈ 20 പദങ്ങൾ എടുത്തിച്ച് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ നിലവാരത്തിന് ചേരാത്തതെല്ലാം പാപമാണ്. എനിത്തിങ് ദാറ്റ് വിൽ നോട്ട് സ്യൂട്ട് ഇൻ ടു ദി സ്റ്റാൻഡേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ നിലവാരത്തിന് ചേരാത്തതൊക്കെ പാപമാണ്. ദൈവത്തിനൊരു സ്റ്റാൻഡേർഡുണ്ട്, ആ സ്റ്റാൻഡേർഡിന് ചേരാത്തത്. അതുപോലെ തന്നെ ദൈവത്തെ ഗവനിക്കാതെ മത്സരബുദ്ധിയോടെ സ്വയമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് പാപമാണ്. നമ്മൾ പാപത്തിൻ്റെ പ്രവൃത്തികളെ പലപ്പോഴും കാണുന്നത്. ദൈവത്തിൻ്റെ നിലവാരത്തിലേക്ക് എത്തുന്നില്ല, ദൈവത്തെ ഗവനിക്കുന്നില്ല. അതാണിപ്പോൾ നമ്മൾ വായിച്ചത്. ദൈവത്തെ അറിഞ്ഞിട്ടും അവൻ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ, ദേ ഡിഡ് നോട്ട് കെയർ ഫോർ ഗോഡ്. ദൈവത്തെ ഗൗരവത്തിൽ എടുക്കുന്നേയില്ല, ദൈവത്തെ ഭയപ്പെടുന്നില്ല, ദൈവം ഉണ്ടെന്ന് പോലും ചിന്തിക്കുന്നില്ല. നിങ്ങളിപ്പോഴത്തെ തലമുറയോടൊക്കെ ചോദിച്ചു നോക്കുക, അവരുടെ ദൈവം സ്മാർട്ട് ഫോണായിരിക്കും. ചിലപ്പം അവരോട് ചോദിച്ചാൽ അവർ പറയും ദൈവം അതാരാ, അതിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു ബോധവുമില്ല. അങ്ങനെ ഒരു ഈ ഫോണുള്ളിടത്തോളം കാലം, ഈ കമ്പ്യൂട്ടർ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ലെന്ന്. പള്ളിയിലൊന്നും പോകേണ്ടി വന്നിട്ടില്ല. ആരാധന കൂടണമെങ്കിൽ തന്നെ ഇതിനകത്തുണ്ടെന്ന്. പ്രസംഗങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്, ആരാധന കിടപ്പുണ്ട്, സ്തോത്ര കാഴ്ച വേണേൽ ഇതിൽ കൂടി കൊടുക്കാം. സോ എവ്രിതിങ് ഐ ക്യാൻ ഡു വിത്ത് മൈ ഫോൺ. ഇവിടെ ഒരാൾ അതിനെ കല്യാണം കഴിക്കാൻ പോലും തീരുമാനിച്ചെന്ന് ഞാൻ വായിക്കാനിടയായി. ഐ വോണ്ട് കേസ് കൊടുത്തു കോടതിയിൽ, അമേരിക്കയിലെ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. ഐ വോണ്ട് ടു മാരി മൈ സ്മാർട്ട് ഫോൺ. അതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കുന്ന ക്ലിപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് കേസ് കൊടുത്തത്. എന്ന് പറഞ്ഞാൽ അത്ര അധികം അതിനോട് അറ്റാച്ച്ഡായി പോയി. അപ്പോൾ അത് ഈസ് ആസ് ഗുഡ് ആസ് എ ഗോഡ്. അതവന് ദൈവമാണ്, അതില്ലാതെ ജീവിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും വിധേയപ്പെടാതെ, ദൈവത്തെ ഗൗനിക്കാതെ അവനവൻ്റെ വഴിക്ക് സ്വയപ്രവർത്തനത്തോടെ നടക്കുന്നതിനാണ് എന്ത് പറയുന്നത്? പാപം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വ്യവസ്ഥകൾക്ക് നാം കീഴ്പ്പെടണം, ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെടാതെ ഉത്തരവാദിത്വ ബോധമില്ലാതെ തോന്നിയ പോലെ ജീവിക്കുന്നതിനാണ് നാം പാപം. അതാണ് ഈ ജനത്തിന് സംഭവിച്ചത്. നിങ്ങളാ വായിച്ചൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു, അവരുടെ ഹൃദയം ഇരുണ്ടുപോയി, അവർ ദൈവത്തിൻ്റെ സത്യത്തെ വ്യാജമാക്കി, അവർ സ്വഭാവവിരുദ്ധമായ സുഖഭോഗങ്ങളിൽ പ്രവേശിച്ചു. വായിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ട് ഞാൻ. ഈ വക പ്രവർത്തിക്കുന്നവർ, 32-ാം വാക്യം, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യരെന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും. വേണ്ട, ഇത് ദൈവത്തിൻ്റെ ന്യായമാണ്. ഈ വക പാപത്തിൻ്റെ ശമ്പളം മരണം. അത് 6:23 പറഞ്ഞിട്ടുണ്ട്. ഈ വക പ്രവർത്തിക്കുന്നവർക്ക് ദൈവം കൊടുക്കാൻ പോകുന്ന ശമ്പളമാണ് മരണം. ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യരെന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും. ഇതാണ് മനുഷ്യന് സംഭവിച്ചത്. ഇതാണ് പേഗൻ അല്ലെങ്കിൽ ജെൻറ്റൈൽ മനുഷ്യന് സംഭവിച്ച കാര്യം അതാണ്. ഇത് പ്രവർത്തിച്ചവരിൽ പ്രസാദിച്ചു. അപ്പോൾ ഇത് പ്രവർത്തിക്കരുതെന്ന് എപ്പോഴാണ് ദൈവം പറഞ്ഞത്? മരിക്കും എന്നെപ്പോഴാണ് പറഞ്ഞത്? ഇത് പ്രവർത്തിച്ചാൽ നീ മരിക്കും എന്ന് അതേതൻ തോട്ടത്തിൽ വെച്ചാൽ പറഞ്ഞായിരുന്നു. അതിൽ നിന്ന് ഒരു കാര്യമെങ്കിലും ഗ്രഹിക്കാമായിരുന്നല്ലോ, എനിക്ക് ചെയ്യാവുന്നതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളാണ്. ഐ കനോട്ട് ഡു എനിത്തിങ് ആൻഡ് എവറിത്തിങ്. ആളുകളിപ്പോൾ അങ്ങനെ പറഞ്ഞു, എനിക്ക് എന്തും. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യർക്ക് എഴുതി പറഞ്ഞത്, ഓൾ തിങ്സ് ആർ ലോഫുൾ. എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓൾ തിങ്സ് ആർ ലീഗൽ, ഓൾ തിങ്സ് ആർ ലോഫുൾ. അത് അങ്ങനെ നമുക്ക് അവന് തോട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട് എല്ലാം പ്രയോജനമുള്ളതല്ല.
എല്ലാം ആത്മീയവർദ്ധന വരുത്തുന്നതല്ല. പലതും എന്നെ അടിമപ്പെടുത്തും, അതെല്ലാം എനിക്ക് അപകടകരമായി തീരും. അതുകൊണ്ട് പിള്ളേരൊക്കെ ചിലപ്പോൾ ചോദിക്കും, സിനിമ കാണുന്നത് ഇത്ര വലിയൊരു പാവമാണോ, ഞങ്ങളൊന്ന് അങ്ങോട്ട് പോയെന്ന് വെച്ച് വലിയ കുഴപ്പമാണോ? പ്രായമുള്ളവരും ചോദിക്കുന്നുണ്ടായിരിക്കും. ഞാൻ പ്രായമുള്ളവരെ ബഹുമാനിച്ച് പിള്ളേരെന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആണോ വെച്ചാൽ ഒന്നും കുഴപ്പമില്ല, പക്ഷെ അത് പ്രയോജനമുള്ളതല്ല, ആത്മീയവർദ്ധന വരുത്തുന്നതല്ല. ബൈബിൾ ഉണ്ടായ കാലത്ത് സിനിമയുണ്ടോയെന്നൊക്കെ ചോദിക്കും. അങ്ങനെ എന്തെല്ലാം ബൈബിളുള്ള കാലത്ത് ഇല്ലാത്തതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആകാമോ എന്ന് ചോദിച്ചാൽ അപ്പോഴാണ് പൗലോസ് പറഞ്ഞത്, ഓൾ തിങ്സ് ആർ ലോഫുൾ ആൻഡ് ഇഫ് യു തിങ്ക് യു ക്യാൻ ഡു, ബട്ട് ഓൾസോ റിമെമ്പർ ദാറ്റ് ദീസ് ആർ നോട്ട് യൂസ്ഫുൾ. ഇത് പലതും പ്രയോജനമുള്ളതല്ല, ഇത് പലതും ആത്മീയവർദ്ധന വരുത്തുന്നതല്ല, ഇത് പലതും നിന്നെ അടിമപ്പെടുത്തും. പിന്നെ അതിൽ നിനക്കൊരിക്കലും രക്ഷപ്പെടാനായിട്ട് കഴിയത്തില്ല. ഇതൊന്നും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതുമല്ല. അതുകൊണ്ട് നമ്മളൊരു കാര്യം അതാണ് ഡിപ്രൈവ്ഡ് മൈൻഡ് എന്ന് ഞാൻ പറഞ്ഞത്. ശരിയായ ജഡ്ജ്മെൻറ്റ്സ് എടുക്കാൻ കഴിയാത്ത ഒരു മനസ്സ്. അതിൻ്റെ മുമ്പിൽ നിന്ന് നാം ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പും നമ്മുടെ മനസ്സ് ഒരു നിമിഷം അവിടെ നിന്നിട്ട് ശരിയായ ഒരു തീരുമാനം എടുക്കണം. ബിക്കോസ് യുവർ ലൈഫ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിസിഷൻസ്. നിങ്ങൾ ഈ വേദപുസ്തകം പരിശോധിച്ച് നോക്ക്, ചെറിയ ചെറിയ ചില തീരുമാനങ്ങൾ എടുത്തവരാണ് വലിയ വലിയ നിലകളിലെത്തിയത്. അബ്രഹാം ഫോർ ദാറ്റ് മാറ്റർ. അബ്രഹാം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഒരു ചെറിയ തീരുമാനം എടുത്തു, വിട്ടു പുറപ്പെട്ട് പോകുവാൻ. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തെ വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കുന്നത്. ജോസഫ് താൻ കണ്ട സ്വപ്നം ദൈവം കൊടുത്തതാണെന്നും അത് ദൈവം സാധൂകരിക്കുമെന്നും വിശ്വസിച്ചു. അതിൽ തന്നെ ഉറച്ചത് ആ തീരുമാനമാണ് അദ്ദേഹത്തെ പ്രൈം മിനിസ്റ്റർ. അങ്ങനെ ഓരോ ആളുകളെ നിങ്ങൾ പരിശോധിച്ച് നോക്കിയുള്ളൂ, അവരെടുത്തൊരു ചെറിയ തീരുമാനം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മളൊരു ചെറിയ തീരുമാനം എടുത്താൽ അതിന് വലിയ ഗുണങ്ങൾ പിന്നീട് ഉണ്ടാകും. തെറ്റായിട്ടുള്ള തീരുമാനം എടുക്കുന്നതെങ്കിൽ അതിന് വലിയ ഭവിഷ്യത്തുകളും അതിന് വലിയ വിലയും പിന്നീട് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ചിലപ്പോൾ അങ്ങനെയൊന്നും തോന്നിയില്ലെന്നിരിക്കും, ബട്ട് ഫൈനലി അത് വളരെ നമ്മളിപ്പോൾ വായിച്ചതുപോലെ ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ. അപ്പോൾ അത് തിരിച്ചറിയാനുള്ളൊരു കഴിവ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഓർത്ത് നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, അല്ലേ? പാപത്തെ തിരിച്ചറിയുവാൻ. അതിനാണ് ദൈവം എല്ലാവരുടെയും ഉള്ളിൽ എന്ത് വെച്ചിരിക്കുന്നത്? കുറ്റബോധം. തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കുറ്റമാണ്, തെറ്റാണ്. അപ്പോൾ തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ വായിച്ചല്ലോ, അത് അവരെ അനുതാപത്തിലേക്ക് നടത്തിയില്ല. നമുക്ക് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ദയ അവരെ മാനസാന്തരത്തിലേക്ക് നടത്തിയില്ല. അങ്ങനെ അതുകൊണ്ടാണ് ദൈവം ക്ഷമിച്ചിരുന്നത്. ദൈവം ക്ഷമയോടെ കാത്തിരുന്നത് ഒരു മാനസാന്തരപ്പെടുമോ എന്നുള്ള ഒരു ക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇവർ അങ്ങനെ ഒരു ലക്ഷണം ഇല്ല എന്ന് കണ്ടപ്പോൾ ദൈവം എന്ത് ചെയ്തു? നമ്മൾ വായിച്ചു വന്നിടത്ത് ഒരു പ്രയോഗം ഉണ്ടായിരുന്നു, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. 124 1:24. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. 26. അതുകൊണ്ട് ദൈവം അവരെ അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. 28. ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ടബുദ്ധിയിൽ ഏൽപ്പിച്ചു. മലയാളത്തിൽ ഏൽപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ നിങ്ങൾ വായിച്ചാൽ ഗേവ് ദം അപ്പ്. ഗോഡ് ഗേവ് ദം അപ്പ്. ദൈവം അവരെ കൈവിട്ട് കളഞ്ഞു എന്നാണ്. ദൈവം അവരെ കൈവിട്ട് കളഞ്ഞു. ഉചിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഇവരെ ഉറച്ചു തീരുമാനിച്ചപ്പോൾ ദൈവം അവരെ കൈവിട്ട് കളഞ്ഞു. ഇതേറ്റവും അപകടകരമായ സ്ഥലമാണെന്ന് ഞാൻ പറയും. കാരണം നമ്മൾ ആരെല്ലാം കൈവിട്ടാലും ദൈവം കൈവിട്ടാൽ പിന്നെ തീർന്നു. പക്ഷെ ദൈവം പോലും ഇവരെ കൈവിട്ട് കളഞ്ഞു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചിന്തിക്കുകയും ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് സബ്റ്റിലിറ്റി ഓഫ് സൈറ്റൻ ആൻഡ് സിൻ. പാപത്തിൻ്റെയും പിശാചിനെക്കുറിച്ച് പൗലോസ് നമ്മളെ ഓർമ്മപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൻ ശക്തനാണെന്നല്ല, അവൻ തന്ത്രശാലിയാണെന്നാണ്. അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. പിശാച് തന്ത്രശാലിയാണ്. വളരെ തന്ത്രപരമായിട്ട് ഇവരുടെ മനസ്സിലൊക്കെ കയറി പ്രവർത്തിച്ചത് പിശാചാണെന്ന് അവർക്ക് തന്നെ അറിയില്ല. അതാണ് ഇന്ന് പലരുടെയും പ്രോബ്ലം. നമ്മളിൽ പ്രവർത്തിക്കുന്നത് ദൈവമാണോ പിശാചാണോ എന്നുള്ള തിരിച്ചറിവ് പോലും പലർക്കും ഉണ്ടാവുന്നില്ല. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ ചോദിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ആത്മീയമെന്ന് പറഞ്ഞ് നമ്മൾ കാണുന്ന പലതിലും പ്രവർത്തിക്കുന്നത് ആരാണെന്ന് പോലും തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോകുന്നു. തിരിച്ചറിവില്ല, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഹൃദയം ഇരുണ്ടുപോയി, നികൃഷ്ട ബുദ്ധി നമ്മളിൽ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. സോ യു ആർ അണേബിൾ ടു ടേക്ക് ദ റൈറ്റ് ഡിസിഷൻ. ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് ശോധന ചെയ്യാൻ പറയുന്നു, പക്ഷെ നമുക്ക് അത് തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല. അത് മാത്രമല്ല, അതിനിടയ്ക്ക് പിശാച് നമ്മളോട് വന്ന് ചെവിയിൽ മന്ത്രിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. നിങ്ങളത് ആ സബ്റ്റിലിറ്റി തിരിച്ചറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്.
1:23 വായിച്ചേച്ച് നമുക്ക് വരികയാണെങ്കിൽ, അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. പൗലോസിൻ്റെ ജ്ഞാനം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ, നമ്മളാണെങ്കിൽ ചിലപ്പം ഇഴജാതി, പക്ഷി, നാൽക്കാലി, മനുഷ്യൻ എന്ന് പറഞ്ഞേനേയും. പക്ഷെ പൗലോസ് ആദ്യം പറയുന്നത് ക്ഷയമുള്ള അക്ഷയനായ ദൈവത്തെ. അപ്പോൾ ആദ്യം അവരുണ്ടാക്കിയത് ഏത് ദൈവത്തെയാണ്? മനുഷ്യനെ തന്നെ ദൈവമാക്കി. അപ്പോൾ പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് ആൾ ദൈവങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വിഗ്രഹം ഉണ്ടാക്കി വെക്കണമെന്നൊന്നുമില്ല, കട്ടൗട്ട് വേണമെന്നൊന്നുമില്ല. നമുക്കൊരാളെ അങ്ങ് ദൈവം പോലെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതല്ലേ ഇപ്പോൾ സംഭവിക്കുന്നത്. സുവിശേഷ രംഗത്ത് പോലും ദൈവം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഈ ആൾ വേണമെന്നുള്ളതാണ്. ഈ ശുശ്രൂഷകനില്ലെങ്കിൽ പറ്റുകയില്ല. പിശാചിൻ്റെ ഭയങ്കര തന്ത്രമാണ്. ആൾ ദൈവങ്ങളെ സൃഷ്ടിക്കുകയാണ്. ഇത് പിശാച് പണ്ട് ആദാമിന് കൊടുത്ത ഒരു വാഗ്ദാനത്തിൻ്റെ നിവൃത്തിയാണ്. എന്ത് വാഗ്ദാനമാണ് കൊടുത്തത്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ഇത് തിന്നുന്ന നാളിൽ നിങ്ങൾ, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പം അതൊരു അർത്ഥസത്യമാണെന്നൊക്കെ അറിയാമല്ലോ. സോ ഹി ഗേവ് എ പ്രോമിസ് എന്ന് ഞാൻ പറയും. സൈറ്റൻ ഗേവ് എ പ്രോമിസ് ടു മാൻ ഇൻ ദി ഗാർഡൻ, പ്ലീസ് ജോയിൻ വിത്ത് മീ, ഐ വിൽ മേക്ക് യു ഗോഡ്. എൻ്റെ കൂടെ ചേർന്നാൽ ഞാൻ നിന്നെ ദൈവമാക്കാം. ഇപ്പം വേറെ ദൈവത്തിൻ്റെ കീഴിൽ എന്തിനാണ് പോകുന്നത്? ഐ വിൽ മേക്ക് യു ഗോഡ് ആൻഡ് എവറിഥിങ് വിൽ കം അണ്ടർ യു. പക്ഷേ ഇവർ എന്തും മണ്ടന്മാരാണെന്ന് ഞാൻ ഓർക്കുകയാണ്. ആരുടെ കീഴിലായിരുന്നതല്ല, ഓൾറെഡി എല്ലാം ദൈവം ഇവരുടെ കീഴിലാക്കി കൊടുത്തതാണ്. ദൈവം അവരെ സൃഷ്ടിച്ചിട്ട് എല്ലാത്തിനെയും അടയ്ക്കുവാണ്. എല്ലാം അനുഭവിച്ചോളം പറഞ്ഞ പാർട്ടികൾ പിശാച് വന്ന് വളരെ തന്ത്രപൂർവ്വം പറ്റിച്ചേച്ച് പറഞ്ഞു, ഐ വിൽ മേക്ക് യു ഗോഡ്, ഞാൻ നിങ്ങളെ ദൈവമാക്കാം എന്ന് പറഞ്ഞു. ആ പ്രോമിസ് അവനിപ്പോൾ കീപ്പ് ചെയ്തു. കാലം കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ മനുഷ്യനെ തന്നെ ഡീഫൈ ചെയ്തു എന്ന്. ആൾ ദൈവങ്ങളെ ഇപ്പോഴും അത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ കണ്ണുകൾ തുറക്കണം കേട്ടോ. നാം യേശുവിൻ്റെ പുറകെ പോകുന്നതിന് പകരം പലപ്പോഴും ആരുടെ പുറകെ പോകുന്നത്? യേശുവിൻ്റെ ശുശ്രൂഷകന്മാരുടെ പുറകെ പോകുന്നത്. ഭയങ്കര തന്ത്രമാണ് പിശാചിൻ്റെ. അതോടുകൂടി അവൻ കാരണം യേശുവിനെ കാണാത്തിടത്തോളം കാലം, ദൈവത്തെ കാണാത്തിടത്തോളം കാലം അവന് വളരെ ഹാപ്പിയായി. നിങ്ങൾ ആരെ കണ്ടാലും, ശുശ്രൂഷകനെ കണ്ടാലും മറ്റ് ദൈവങ്ങളെ കണ്ടാലും തീർത്ഥാടന കേന്ദ്രങ്ങൾ കണ്ടാലും ഒന്നും പുള്ളിക്ക് കുഴപ്പമില്ല. യു ഷുഡ് നോട്ട് സീ ഗോഡ്. അതാണ് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതുകൊണ്ട് നിങ്ങൾക്കൊരു തീരുമാനം വേണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എനിക്ക് മോശയെ പോലെ, എനിക്ക് പൗലോസിനെ പോലെ നിന്നെ അറിയണം, നിന്നെ കാണണം, അല്ലേ? ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഐ വോണ്ട് ടു നോ യു മോർ എന്നാണ്. അല്ലാതെ എനിക്ക് ഒരു ഉപദേശിയെ അറിയണമെന്നല്ല, ഒരു പ്രഭാഷകനെ അറിയണമെന്നല്ല. ചിലരുടെ ആഗ്രഹം അതാണ്, അങ്ങേരെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു, അങ്ങേരെ ഒന്ന് തൊട്ടാൽ മതിയായിരുന്നു എന്നൊക്കെയാണ്. ഞാൻ എറണാകുളത്ത് പണ്ട് നടന്നൊരു മീറ്റിംഗ് പെട്ടെന്ന് ഓർത്ത് പോവുകയാണ്. ഒരു ദൈവദാസൻ വിദേശത്തു നിന്ന് വന്നു. അദ്ദേഹം ഫയർ കോൺഫറൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഫയർ കോൺഫറൻസിൽ എല്ലാവരും വന്നിരിക്കുമ്പോൾ അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, ഇന്ന് ഞാൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് എഴുന്നേക്കാൻ പറഞ്ഞു. പറയണം, സായിപ്പ് വന്നാൽ പിന്നെ സകല ആളുകൾ എഴുന്നേറ്റു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വിവേകത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഞാൻ കൈവച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അതുകൊണ്ട് ഞാൻ ആരുടെയും തലയിൽ കൈവെക്കാൻ പോകുന്നില്ല. ദൈവം നിങ്ങളുടെ തലയിൽ കൈവച്ചെങ്കിലേ പ്രയോജനമുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. നമ്മൾ സായിപ്പിനെ കണ്ടാൽ കവാത്ത് മറക്കുമെന്ന് പറഞ്ഞ പോലെ ഉടനെ സായിപ്പ് ഇങ്ങോട്ട് വെച്ചാൽ ഉടനെ എല്ലാം റെഡി ആയെന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ദൈവദാസൻ കോട്ടും സ്കൂട്ടും ഇങ്ങോട്ട് വന്ന് വെച്ചാൽ ഉടനെ റെഡി എന്നാണ് വിചാരിക്കുന്നത്. നോ, വി നീഡ് ടു സീ ജീസസ്. നമുക്കിപ്പോൾ ഒരു പാട്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ കേട്ടാണ്, ഓപ്പൺ മൈ ഐസ്, ഐ വോണ്ട് ടു സീ യു. പിള്ളേർക്കെങ്കിലുമൊക്കെ അറിയാമായിരിക്കും. ഓപ്പൺ ദി ഐസ് ഓഫ് മൈ ഹാർട്ട്, ഐ വോണ്ട് ടു സീ യു. യെസ്, എൻ്റെ കണ്ണ് കർത്താവെ ഒന്ന് തുറക്കണേ, എനിക്ക് നിന്നെ കാണാൻ ആഗ്രഹമാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ ദൃഷ്ടികളെ നീ ഒന്ന് പ്രകാശിപ്പിക്കണമേ, എനിക്ക് നിന്നെയാണ് കാണേണ്ടത്. ആ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഉണ്ടായ ദുര്യോഗം നോക്കുക. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ മനുഷ്യൻ്റെ സ്വരൂപത്തിൽ ദൈവങ്ങളെ ഉണ്ടാക്കുന്നു. ഐ റിപ്പീറ്റ്, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ മനുഷ്യൻ്റെ സ്വരൂപത്തിൽ ദൈവങ്ങളെ സൃഷ്ടിച്ചു. ഗോഡ് മെയ്ഡ് മാൻ ഇൻ ദി ഇമേജ് ഓഫ് ഗോഡ് ആൻഡ് നൗ മാൻ മേക്സ് ഗോഡ് ഇൻ ദി ഇമേജ് ഓഫ് മാൻ. മനുഷ്യൻ്റെ രൂപത്തിൽ ദൈവങ്ങളെ ഉണ്ടാക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ രൂപത്തിലാണ്
നമ്മെ സൃഷ്ടിച്ചതെന്നുള്ള കാര്യം നാം മറന്നു പോകുന്നു. അതുകൊണ്ട് നമ്മൾ അധപ്പതിച്ച് ഒരു അധപ്പതന ആരാധനയിലാണ് ഇപ്പോൾ വീണിരിക്കുന്നത്. നമ്മുടെ ആരാധന അധപ്പതിച്ച ആരാധനയായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ആരാധന എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാധിക്കുന്ന ആരാധനയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിലേക്ക് നോക്കിയാൽ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആരാധന ഭയങ്കരമൊക്കെ പറയുമെങ്കിലും ഇതെല്ലാം അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ നമ്മളോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോടകന്ന് സൂക്ഷിച്ചു കൊള്ളുവീൻ. 1 യോഹന്നാൻ അവസാനിക്കുന്ന അങ്ങനെ 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചു കൊള്ളുവീൻ. വലിയ ഉപദേശമാണ് അദ്ദേഹം നൽകുന്നത്. കുഞ്ഞുങ്ങളെ കാരണം യോഹന്നാൻ യേശുവിൻ്റെ തേജസ് കണ്ടേച്ചാണ് ഇതൊക്കെ എഴുതിയേച്ച് പറയുന്നത്. ഇപ്പോൾ ആർക്കും യേശുവിനെ ഒന്നും കാണണ്ട, ഇപ്പോൾ എല്ലാവർക്കും കുറേ വിഗ്രഹങ്ങളെ മതി, ആൾ ദൈവങ്ങളെ മതിയെന്ന്. എന്നിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞു, വിഗ്രഹങ്ങളോടകന്ന് സൂക്ഷിച്ചു കൊള്ളുവീൻ. പൗലോസ് ആണെങ്കിൽ കൊരിന്ത്യക്കാർക്ക് എഴുതിയപ്പോൾ പറഞ്ഞു, 1 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ, വിഗ്രഹാരാധന വിട്ട് ഓടുവീൻ, ഫ്ലീ ഫ്രം ഐഡൽസ്. അതുകൊണ്ട് പ്രിയന്മാരെ വിഗ്രഹാരാധന വിട്ടോടുവിൻ. വിഗ്രഹാരാധന വിട്ടോടുവീൻ, ഫ്ലീ ഫ്രം ഐഡലേറ്ററി. വിഗ്രഹാരാധന വിട്ടോടുവീൻ. വിഗ്രഹാരാധന ഇപ്പോൾ നമ്മൾ പലതിനും ഐക്കൺസ് എന്നാണ് പറയുന്നത്. നമ്മൾ പറയുന്നത് അല്ലേ, നിങ്ങൾ പറയുന്നത് സാറ് വേറെ ആരാണ്ടെക്കുറിച്ച് പ്രസംഗിക്കുക, ഞങ്ങളുടെ വീട്ടിലൊന്നും ഒരു വിഗ്രഹവും ഇല്ല സാറേ, ഓഡിയൻസ് തെറ്റിപ്പോയി എന്നൊക്കെ നിങ്ങൾ പറയാൻ. നിങ്ങളുടെ ഫോണിൽ തന്നെ പലതും ഐക്കൺസാണ്, എല്ലാം സ്റ്റാറുകളാണ് അല്ലേ. നമുക്ക് എല്ലാ രംഗത്തും, ഫിലിമിലുണ്ട്, സ്പോർട്സിലുണ്ട്, ഏത് രംഗത്തും, പൊളിറ്റിക്സിലുണ്ട്, എല്ലായിടത്തും ഭയങ്കര ഐക്കൺസ് ഇരിക്കുകയാണ്. ഈ ഐക്കൺസിനെയൊക്കെയാണ് ആളുകൾ ആശയങ്ങളുടെ രൂപത്തിൽ, സഭകളുടെ രൂപത്തിൽ, ഉപദേശങ്ങളുടെ രൂപത്തിൽ, ഞങ്ങളുടെ സഭയാണ് ഏറ്റവും കറക്റ്റ്, ഞങ്ങളുടെ രീതികളാണ് ഏറ്റവും കറക്റ്റ്. ഐക്കൺസ് എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ. കുഞ്ഞുങ്ങളെ വിഗ്രഹാരാധന വിട്ട് ഓടുവീൻ, കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോടകന്ന് സൂക്ഷിച്ചു കൊള്ളുവീൻ. ഈ വിഗ്രഹങ്ങളാണ് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റി കളയുന്നത്. എന്താ അതിൻ്റെ കാര്യമെന്ന് ചോദിച്ചാൽ ഒരു വാക്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഭാഗം പഠിക്കാം. സങ്കീർത്തനങ്ങളിൽ 2 സങ്കീർത്തനങ്ങൾ ഒരുപോലെ ഉള്ളതുണ്ട്. ആ സങ്കീർത്തനങ്ങൾ 115, 135 അവിടെ യഥാർത്ഥ ദൈവത്തെയും വിഗ്രഹ ദൈവങ്ങളെയും കൂടി കമ്പയർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ വിഗ്രഹങ്ങളിലൊക്കെ ആശ്രയിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? അവയെ ഉണ്ടാക്കുന്നവരും അവയിൽ ആശ്രയിക്കുന്നവരും അവരെ പോലെ ആയിത്തീരും. നമുക്ക് വായിക്കാം. 115:8, 135:18. ഏതെങ്കിലും ഒരെണ്ണം വായിച്ചാൽ മതി. അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെയാകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. അവസാനം ഈ വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയവരും അതിനെ ആശ്രയിച്ച് ആരാധിച്ചവരും എങ്ങനെയായിത്തീരും? അതിനെപ്പോലെ തന്നെ. കാഴ്ചപ്പാടില്ല, സംസാരശേഷിയില്ല, കേൾക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ കാണുന്നെങ്കിലും കാണുന്നില്ല, കേൾക്കുന്നെങ്കിലും. അപ്പോൾ ചെവിയില്ലാത്തവരോടാണ്. ചെവിയുണ്ട്, പക്ഷേ വിഗ്രഹങ്ങളെ ആരാധിച്ച് ചെവിയില്ലാത്തവരായി, കണ്ണില്ലാത്തവരായി, മനം തിരിഞ്ഞ് ഗ്രഹിക്കുന്നില്ല, അവർക്ക് ദൈവത്തിന് വേണ്ടി ഒന്നും പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല. വല്ലാത്തൊരു ദുര്യോഗത്തിൽ. കാരണം ദേ വർ വേർഷിപ്പിംഗ് ഐഡൽസ്. രൂപമുള്ളവരോ രൂപം ഇല്ലാത്തവരായ വിഗ്രഹങ്ങളെ ആരാധിച്ച് അവരും അതിനെപ്പോലെ തന്നെയായി. കർത്താവിൻ്റെ സ്ട്രഗിൾ, കർത്താവ് ഉപമ പറഞ്ഞിട്ടും പൊളിച്ചു പറഞ്ഞിട്ടും നേരിട്ട് പറഞ്ഞിട്ടും പ്രവാചകന്മാരെങ്ങനെ വിലപിച്ചിട്ടുണ്ട്. പൗലോസ് അത് കോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സുവിശേഷം പറയുമ്പോൾ നിങ്ങൾക്കൊരാശ്വാസമായിക്കോട്ടെ. പലരും കണ്ടിട്ടും കാണാത്തതും കേട്ടിട്ടും ഗ്രഹിക്കാത്തതും ചെവിയില്ലാത്തതുപോലെ ഇരിക്കുന്നതും ടേണിങ് എ ഡഫ് ഇയർ ഒക്കെ എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? അവരെല്ലാം നികൃഷ്ട ബുദ്ധിയിലാണ്. അവരുടെ ഹൃദയദൃഷ്ടികൾ കുരുടാക്കപ്പെടുകയാണ്. ജ്ഞാനികളെന്നാണ് പറയുന്നത്, പക്ഷേ അവർ മൂഢരായിരിക്കുകയാണ്. ആൻഡ് ദേ വോണ്ട് ടു ഇൻഡൾജ് ഇൻ ഓൾ കൈൻഡ്സ് ഓഫ് പ്ലഷേഴ്സ് ആൻഡ് ദേ നെവർ വോണ്ട് ടു റിപ്പൻറ്റ്. ഈ ഒരവസ്ഥയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ദൈവത്തെ തിരിച്ചറിയുവാനായിട്ട് കഴിയാതിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പേഗനിസത്തിൻ്റെ പ്രോബ്ലമായിട്ട് പോൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ആരാധിക്കുന്നവർ യഥാർത്ഥ ദൈവത്തെ അറിയുന്നില്ല, അവർ ദൈവത്തോട് വിഘടിക്കുന്നവരാണ്. രണ്ടാമത്തെ ഗ്രൂപ്പുകാരെക്കുറിച്ച് 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 16 വാക്യങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്. ധാർമ്മിക ബോധമുള്ള മനുഷ്യൻ. അവർ വിഗ്രഹങ്ങളെ ഒന്നും ഉണ്ടാക്കുന്നില്ല, വിഗ്രഹങ്ങളെക്കാളൊക്കെ വളരെ നല്ല അവബോധത്തിലാണ് അവർ ജീവിക്കുന്നത്. എന്നാൽ അവർക്ക് പറ്റിയിരിക്കുന്നത് മറ്റൊരു അപകടമാണെന്നുള്ള കാര്യമാണ് തിരിച്ചറിയാൻ. അതിനകത്ത് യഹൂദന്മാരുമുണ്ട്, ജാതികളുമുണ്ട്,
എല്ലാത്തരം ആളുകളുമുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ നമുക്ക് വായിച്ചാൽ, ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ, ന്യായപ്രമാണമില്ലാതെ പാപം ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ലെന്ന് പറഞ്ഞാൽ ദൈവം യഹൂദനെന്നോ ജാതിയെന്നോ പേഗനിസമെന്നോ ഒന്നും നോക്കിയിട്ടല്ല, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും എല്ലാവരെയും ഒരുപോലെ കരുതുകയും ചെയ്യുന്നു. എന്നാൽ മനുഷ്യരിൽ ചില ആളുകൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ ഉയർന്ന ധാർമ്മിക നിലവാരത്തിൽ അവർ പ്രശംസിക്കുകയാണ്. മതം അവർക്ക് പ്രശ്നമല്ല. നിങ്ങൾ ചില ആളുകളോടൊക്കെ സംസാരിച്ചാൽ പറയും, ഞാൻ കൈക്കൂലി മേടിക്കുകയില്ല, നുണ പറയുകയില്ല, തെറ്റായ ഒരു സ്ഥലത്തേക്ക് നോക്കുകയില്ല, തെറ്റൊന്നും ചെയ്യുകയില്ല. കാരണം അവരുടെ ഉയർന്ന ധാർമ്മിക ബോധം നല്ലതാണ്, നല്ല ഉയർന്ന ധാർമ്മിക ബോധമുണ്ട്. അങ്ങനത്തെ വാക്യമൊന്നും അവിടെ കണ്ടില്ലല്ലോ എന്ന് നിങ്ങൾ ചിലപ്പോൾ അധ്യായം വായിക്കുമ്പോൾ ചോദിക്കുന്നുണ്ടാവും. എ മാൻ ഹു ഈസ് ഗ്ലോറിയിങ് ഇൻ ഹിസ് ഹൈ മൊറാലിറ്റി. അതെങ്ങനെ മനസ്സിലാകുന്നത്? 2 വാക്യം ആദ്യം വായിച്ചാൽ മതി. 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ, നിനക്ക് പ്രതിവാദം പറയുവാനില്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. ഞാൻ മറ്റുള്ളവനേക്കാൾ കേമനാണ്, ഉന്നതനാണ് എന്നൊരാൾ ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഐ പാസ് വാല്യൂ ജഡ്ജ്മെൻറ്റ്സ്, ഐ ജഡ്ജ് അതേഴ്സ്. ഞാൻ മറ്റുള്ളവരെ വിധിക്കുന്നു, ഞാൻ മാത്രമേ ശരിയുള്ളൂ, എൻ്റെ വ്യൂ മാത്രമേ ശരിയുള്ളൂ, ബാക്കിയുള്ളവരൊന്നും ശരിയല്ല. ബാക്കിയുള്ളവർ ശരിയല്ലെന്ന് പറയുകയില്ലായിരിക്കും. അപ്പോഴും നമ്മുടെ മനസ്സിലിരിക്കുന്ന ഭാവം, ഞാൻ മാത്രമേ, എൻ്റെ നിലപാടുകൾ മാത്രമേ, എൻ്റെ സഭ മാത്രമേ, എൻ്റെ ഉപദേശം മാത്രമേ, എൻ്റെ നിലപാടുകൾ മാത്രമേ ശരിയായിട്ടുള്ളൂ. ഉയർന്ന ഒരു നിലവാരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം നീ നിന്നെ തന്നെ വിധിക്കുന്നു എന്നവിടെ കണ്ടോ? വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ, വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ, നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. വിധിക്കുന്ന നീ നിന്നെ തന്നെയാണ് കുറ്റം വിധിക്കുന്നത്. കാരണം നീ അത് തന്നെ പ്രവർത്തിക്കുന്നു. തെറ്റ് പറയുന്ന നീ ആരും കാണാത്തപ്പോൾ ഈ തെറ്റ് തന്നെ ചെയ്യുന്നുണ്ട്. അത് മറച്ചു പിടിച്ചാണ് ഈ തെറ്റ്. അതിൻ്റെ കാര്യം സദൃശവാക്യം 27-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. മനുഷ്യൻ തൻ്റെ ഹൃദയത്തിനൊത്തവണ്ണം മനുഷ്യനെ കാണുന്നു. 27-19 പ്രോവർബ്സ്. മനുഷ്യൻ തൻ്റെ ഹൃദയത്തിനൊത്തവണ്ണം മനുഷ്യനെ കാണുന്നു. മെൻ സീ അതർ മെൻ അക്കോർഡിംഗ് ടു ദെയർ ഓൺ ഹാർട്ട്. നമ്മുടെ ഹൃദയപ്രകാരമാണ് നമ്മൾ മനുഷ്യനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഹൃദയത്തിലുള്ള ധാരണകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ മറ്റുള്ളവനെ വിലയിരുത്തുകയുള്ളൂ. നിൻ്റെ ഹൃദയത്തിലെ ധാരണകൾ തെറ്റാണെങ്കിലോ അതൊരിക്കലും തെറ്റുകയില്ല എന്ന് നമ്മളങ്ങ് തീരുമാനിച്ചിരിക്കുക. എനിക്കൊരിക്കലും തെറ്റ് വരില്ല, ഞാനാണ് ഏറ്റവും ശരി. അങ്ങനെ ഒരു ഉയർന്ന നിലവാരത്തിൽ നിന്ന് നിങ്ങൾ മറ്റുള്ളവരെ ന്യായം വിധിക്കുമ്പോൾ നമ്മൾ ഒരു തിരിച്ചറിവിലേക്ക് വരണം. 4-ാം വാക്യം, 2-ന്റെ 4-ാം വാക്യം. അല്ല, ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ. നമ്മളങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ദർ ഇസ് എ ഡേ വെൻ ഗോഡ് ഈസ് ഓൾസോ ഗോയിങ് ടു ജഡ്ജ് യു. നീ ഇപ്പോൾ വിധിക്കുന്നത് പോലെ തന്നെ നിന്നെ ഒരു ദിവസം ദൈവം വിധിക്കും. ഇപ്പോൾ ദൈവം വിധിക്കുന്നില്ല, ഇപ്പോൾ ദൈവം ക്ഷമിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ദൈവം ദയയുള്ളവനായതുകൊണ്ട്. ദൈവം ദയയുള്ളവനായി ഒരു ശിക്ഷണ നടപടി സ്വീകരിക്കാതിരിക്കുന്നത് എന്തിനാണ്? ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്താൻ വേണ്ടിയാണ്. ഗോഡ് വോണ്ട്സ് യു ടു റിപ്പൻറ്റ്. നിങ്ങൾ മാനസാന്തരപ്പെടാൻ ആഗ്രഹിച്ചിട്ടാണ് ദൈവം ഇപ്പോൾ നടപടി സ്വീകരിക്കാത്തത്. വാസ്തവത്തിൽ ദൈവം സ്വീകരിക്കേണ്ടത് ശിക്ഷയായിരുന്നു. കാരണം നീ ഉയർന്ന നിലവാരത്തിൽ നിന്ന് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുമ്പോൾ നീ ഒരു സിന്നറാണെന്ന് ദൈവത്തിനറിയാം. പക്ഷെ അപ്പോൾ ദൈവം ചെയ്യേണ്ടത് പാപത്തിന് ശിക്ഷ വിധിക്കേണ്ടതാണ്. പക്ഷെ ദൈവം അതിന് പകരം എന്താ ചെയ്യുന്നത്? ശിക്ഷ തരുന്നതിന് പകരം ദയ കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നീയും അല്പം ദയ കാണിച്ചുകൂടെ എന്ന്. ദൈവം കാണിച്ച അതേ ദയ നിനക്കും കാണിച്ചുകൂടെ? അപ്പോൾ നമ്മൾ വേറൊരു തീരുമാനത്തിലേക്ക് മാറും. ദൈവം ഇപ്പോൾ നടപടി സ്വീകരിക്കാത്തത് കൊണ്ട് ഒരിക്കലും നടപടി ഉണ്ടാവില്ല. സ്വീകരിക്കുന്ന ദൈവമായിരുന്നെങ്കിൽ ഇപ്പം സ്വീകരിച്ചേനേമല്ലോ. അപ്പോൾ ഇതുവരെ നടപടി സ്വീകരിക്കാത്തത് കൊണ്ട് ഒരിക്കലും ദൈവം നടപടി സ്വീകരിക്കില്ല. അങ്ങനെയല്ല, അത് നിങ്ങൾ വചനത്തിൽ നിന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ദൈവം നിങ്ങൾക്ക് മാനസാന്തരപ്പെടുവാൻ ടൈം ഇട്ടേക്കുകയാണ്. ഇപ്പോൾ തന്നെ എല്ലാവരെയും അനന്യാസിനെ പോലെ കൊന്നു കളഞ്ഞാൽ പിന്നെ രക്ഷ പ്രാപിക്കാൻ ആരും ഉണ്ടാവുകയില്ലെന്നുള്ളത് കൊണ്ട് ദൈവം ക്ഷമയും ദീർഘക്ഷമയും ദയയും മനസ്സലിവും ഉള്ളതുകൊണ്ട് അവനിപ്പോൾ നമ്മോട് ക്ഷമ കാണിച്ച് മാനസാന്തരത്തിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. എന്നാൽ അവൻ ന്യായവിധിക്കായി ഒരു ദിവസത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. ദർ ഇസ് എ ഡേ വെൻ ഹി വിൽ ജഡ്ജ്. അപ്പോസ്തല പ്രവൃത്തി 17-31.
അപ്പോസ്തല പ്രവൃത്തി 17:31. എല്ലാവർക്കും അറിയാം, അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. അടുത്ത വാക്യം, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുവാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. ഒരു ദിവസത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഒരു ദിവസം മാത്രമേ അവൻ ന്യായം വിധിക്കുകയുള്ളൂ. അതുവരെ കേസ് മാറ്റി മാറ്റി കൊണ്ടുപോവുകയാണ്. അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. എബ്രായ ലേഖനം 9:27 ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. സോ ഗോഡ് വിൽ ജഡ്ജ്, ബട്ട് ഗോഡ് ഈസ് വെയിറ്റിംഗ് നൗ. അപ്പോൾ ഇപ്പം ദൈവം ക്ഷമിക്കുന്നതിനെ ആളുകൾ മുതലെടുക്കുക ചെയ്യുന്നത്. ഞാൻ കുഴപ്പമില്ലാത്ത ആളാണ്, ഞാനൊരു ഉയർന്ന ധാർമ്മിക നിലവാരമുള്ളവനാണ് എന്ന് ധരിച്ച ഒരു നിലപാടെടുത്ത് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നു. അത് ശരിയല്ല. ദൈവം ന്യായം വിധിക്കുന്ന ഒരു ദിവസം ഉണ്ട്. ദൈവം ന്യായം വിധിക്കുമ്പോൾ ദൈവം എന്തെല്ലാം നോക്കിയിട്ടാണ്, വാട്ട് ആർ ദ ബേസിസ്, എന്തൊക്കെ അടിസ്ഥാനത്തിലാണ് ദൈവം ന്യായം വിധിക്കാൻ പോകുന്നത്? 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ 2-ാം അധ്യായത്തിൻ്റെ ന്യായപ്രമാണമുണ്ട്, മനസാക്ഷിയുണ്ട്, സുവിശേഷമുണ്ട്. ദൈവം ന്യായം വിധിക്കുന്നത് ന്യായപ്രമാണം അറിഞ്ഞ ആളുകൾക്ക് ന്യായപ്രമാണം, ന്യായപ്രമാണം ലഭിക്കാത്ത ആളുകൾക്ക് മനസാക്ഷി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തെറ്റ് ചെയ്യുന്ന ആളുകളുടെ ഉള്ളിൽ ദൈവം ഒരു മനസാക്ഷി വെച്ചിട്ടുണ്ട്, കുറ്റബോധം കൊടുക്കുന്ന ഒരു മനസാക്ഷി. അപ്പോൾ അതിനെങ്കിലും അനുസരിച്ചാൽ മതിയായിരുന്നു. കൂടാതെ നിങ്ങൾ കേട്ട സുവിശേഷം. ഈ 3 കാര്യങ്ങളാണ് പാരാമീറ്റേഴ്സായിട്ട് ന്യായം വിധിക്കുമ്പോൾ ദൈവം എടുക്കുന്നത്. നമ്മളേതായാലും എന്നെ കേൾക്കുന്ന നിങ്ങളേതായാലും ന്യായപ്രമാണത്തിനും കീഴിലല്ല, മനസാക്ഷിയുടെ കീഴിലുമല്ല. പിന്നെ എന്തിൻ്റെ കീഴിലാണ്? സുവിശേഷത്തിൻ്റെ കീഴിലാണ്. ഉറപ്പുണ്ടോ? യെസ്. അങ്ങനെയാണെങ്കിൽ സുവിശേഷം അറിഞ്ഞ നിങ്ങളെ ഇനി എന്നെ ന്യായം വിധിക്കാനാണ് ഉള്ളത്? സുവിശേഷം അറിഞ്ഞ നമ്മളെ ദൈവം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ന്യായം വിധിക്കുന്നത്? സുവിശേഷം കേട്ടിട്ടും സുവിശേഷം സ്വീകരിച്ചിട്ടും രഹസ്യ ജീവിതം ശരിയായിട്ടില്ല. ആ വാക്യം വായിക്കാം, 2:16. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. അപ്പം പോൾ ഈസ് ഡ്രോയിങ് അസ് ടു ദ ഫാക്ട് ദാറ്റ് നിങ്ങൾ ഇത്ര ഉന്നത നിലവാരത്തിൽ നിൽക്കുന്നു എന്നുള്ളൊരു എക്സ്റ്റേണൽ മാറ്റർ മാത്രമാണ്. വാട്ട് അബൌട്ട് യുവർ ഇൻറ്റേർണൽ മാൻ? നിൻ്റെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ എന്ന്? ഇതെല്ലാം നീ പുറമേ പറയുകയും കാണിക്കുകയും ചെയ്യുമ്പോൾ വാട്ട് അബൌട്ട് ദി ഇന്നർ മാൻ? നിൻ്റെ അകത്തെ ദൈവത്തിന് ഇൻട്രസ്റ്റ് പുറത്തെ മനുഷ്യനിലല്ല, പിന്നെ എവിടെയാണ്? ഈ അകത്തെ മനുഷ്യൻ എവിടെ ഉള്ളത്? എൻ്റെ തനി സ്വരൂപം അറിയാവുന്ന ഒരാൾ കൂടി ഇരിപ്പുണ്ട് കേട്ടോ. എൻ്റെ തനി സ്വരൂപം അറിയാവുന്ന ഒരാൾ കൂടി ഇരിപ്പുണ്ടെന്ന്. എൻ്റെ ഭാര്യ പുറകിലിരിപ്പുണ്ട്. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഭയങ്കര പ്രഭാഷകനായിട്ടും അധ്യാപകനായിട്ടും വിശുദ്ധനായിട്ടും ഒക്കെ ഭാവിക്കാം. എന്നാൽ എൻ്റെ ഇൻ ആൻഡ് ഔട്ട് അറിയുന്ന ആളാണ് എപ്പോഴും എൻ്റെ കൂടെ താമസിക്കുന്ന എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും. ആ ആൾക്കറിയാം എൻ്റെ ഇന്നർ. ദൈവത്തിന് എല്ലാം അറിയാം കേട്ടോ. അപ്പം ഇവിടെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ മറച്ചു വെക്കാമെങ്കിലും മറച്ചു വെക്കാത്ത സ്ഥലവും ഉണ്ടെന്ന്. സോ എല്ലാ മനുഷ്യർക്കും എന്തുണ്ട്? ഹിഡൻ അജൻഡാസ്. മറ്റുള്ളവർക്ക് മുമ്പിൽ വെളിപ്പെടുത്താത്ത ഒത്തിരി സാധനങ്ങളുണ്ട്. അതില്ലാതിരിക്കുന്നതാണ് നല്ലത്. യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് നമ്മളിലോ കുറച്ചൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ല, അത് പോകണമെന്നേ. നമ്മളിലും ഇരുട്ട്. വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് നമ്മളുള്ള എല്ലാ ഇരുട്ടിൻ്റെ അംശങ്ങളും വിട്ടുപോകണം, എല്ലാ അന്ധകാരങ്ങളും. പക്ഷെ അതൊക്കെ കുറച്ച് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ദൈവം ന്യായം വിധിക്കും. അതിനെ ഇപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെ പാപങ്ങളെ മറച്ചു വയ്ക്കാതെ അത് ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നിങ്ങളെ അങ്ങനെ വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് കൂട്ടായ്മയുണ്ട്. അങ്ങനെ നടക്കുമ്പോൾ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം, അല്ല ഇതെല്ലാം കൂട്ടി വെച്ചേക്കാണെങ്കിൽ ഒരു ദിവസം ദൈവത്തിനെ പിടിക്കുമെന്ന്. ന്യായവിധിക്കായി അവനൊരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു. അന്ന് നമ്മുടെ രഹസ്യങ്ങളെയാണ് അവൻ ന്യായം വിധിക്കുന്നത്. ഇതൊരു സ്ഥലത്തല്ല കേട്ടോ, പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 2 വാക്യങ്ങളൂടി വായിക്കാം. പഴയ നിയമത്തിൽ ശലോമോൻ പറഞ്ഞു, എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക. 12:14 സഭാപ്രസംഗി 12:14 അവസാനം. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുക, അതാകുന്നു എല്ലാത്തിൻ്റെയും സാരം കേൾക്കുക. എല്ലാത്തിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക,
അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. അടുത്ത വാക്യം, ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. അപ്പം ഒരു നടന ജീവിതം വേണ്ടെന്ന്, നാട്യം വേണ്ട, നടനം വേണ്ട. ഇതിനെ യോഹന്നാൻ്റെ ലേഖനം പഠിച്ചാൽ മതി. അഭിനയ ജീവിതത്തെ കടന്നാക്രമിക്കുന്ന യോഹന്നാൻ അപ്പോസ്തലൻ അദ്ദേഹം പറയുന്നത്, നടനം നടത്തുന്ന ആളുകളൊക്കെ, യോഹന്നാൻ ഒത്തിരി സ്റ്റിക്കർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ചിലരുടെ നെറ്റിക്ക് കള്ളൻ, ഇല്ലേ, വായിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ചിലരുടെ നെറ്റിക്ക് നടൻ, ഇങ്ങനെയൊക്കെ ഒട്ടിച്ചു വിടുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോഴെങ്കിലും, ഇത് കാണുന്നത് വായിക്കുമ്പോൾ നമുക്ക് തന്നെ കാണാം, നിങ്ങളുടെ മനോമുകുരത്തിൽ തെളിഞ്ഞു വരും. നിങ്ങൾ അഭിനയിക്കുന്നവനാണോ, ഒളിച്ച് കളിക്കുന്നവനാണോ, കള്ളനാണോ എന്ന്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ അപ്പം തന്നെ അത് ക്ലിയർ ഔട്ട് ചെയ്യണം. ക്ലിയർ ഔട്ട് ചെയ്യുന്നില്ലെങ്കിൽ രഹസ്യത്തിൽ നിങ്ങൾ തുടരുന്ന കാര്യങ്ങളെല്ലാം ഒരു ദിവസം പരസ്യമാകും. സോ ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ നമ്മൾ വായിച്ചു, നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളെയും ദൈവം ന്യായം വിധിക്കും. പുതിയ നിയമത്തിൽ ഇപ്പോൾ വായിച്ചു, സുവിശേഷ പ്രകാരം എല്ലാ രഹസ്യങ്ങളെയും ന്യായം. വീണ്ടും 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെ, എനിക്ക് ഒരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല, എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. എനിക്കൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ല, അതുകൊണ്ട് കാര്യമില്ല. അടുത്തത്, നിങ്ങൾ ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്, അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി. അതിന് മോളിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് മാർക്കിടുന്നതിലും കാര്യമില്ല എന്ന്. നിങ്ങൾ എന്നെ വിധിക്കുന്ന ഏത് വിസ്താരത്തിലും എനിക്ക് എത്രയും ലഘു കാര്യം. അത് എത്രയും ലഘു, നിങ്ങളിടുന്ന മാർക്കും കാര്യമല്ല, ഞാനിടുന്ന മാർക്കും കാര്യം. എന്നെ വിധിക്കുന്നതുമില്ല, എന്നെ വിധിക്കുന്നത് ദൈവമാകുന്നു, കർത്താവാകുന്നു. വായിച്ചു, നിങ്ങളോ വിധിക്കുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങളോ മനുഷ്യർക്ക് കഴിയുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘു കാര്യം. ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല, എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല, എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിനു മുമ്പേ ഒന്നും വിധിക്കരുത്, അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി. രഹസ്യം, അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. നിന്റെ ഇന്നർ പാട്ടിൽ ഇരിക്കുന്നത് എന്താണെന്നുള്ളതാണ് ദൈവം നോക്കുക. അന്ന് ഓരോരുത്തന് ദൈവത്തിൽ നിന്നും പുകഴ്ച ഉണ്ടാകും. അത് പുകഴ്ചയോ ഇകഴ്ചയോ എന്താണെന്ന് വെച്ചാൽ നിന്റെ ഇന്നർ മാനിൽ എന്ത് ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, നാം പലപ്പോഴും മറ്റുള്ളവരിൽ ആരോപിക്കുന്ന കുറ്റങ്ങൾ നമ്മിലുണ്ടോ എന്നൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. ഡോണ്ട് ഫൈൻഡ് ഫോൾട്ട് വിത്ത് അതേഴ്സ്. അതിനാണ് നമുക്ക് പലപ്പോഴും വ്യഗ്രത. ജഡ്ജിങ് അതേഴ്സ്, ഇവാലുവേറ്റിംഗ് അതേഴ്സ്. ബിഫോർ ഡൂയിങ് ദാറ്റ്, ഫൈൻഡ് ഔട്ട് വെദർ ദാറ്റ് ഈസ് ഇൻ യു, ഇൻ ദി ഇൻസൈഡ് ഓഫ് യു. പുറമേ നമുക്ക് നല്ലതാണെന്നൊക്കെ ഭാവിക്കാൻ പറ്റുമായിരിക്കും, ബട്ട് ഗോഡ് ഈസ് ലുക്കിംഗ് ഇൻ ടു ദി ഇന്നർ മാൻ. അതുകൊണ്ട് രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, എല്ലാവരെയും ഇവാലുവേറ്റ് ചെയ്യുന്നു, എല്ലാവർക്കും മാർക്കിടുന്നു, ഞങ്ങളൊരു ഉയർന്ന നിലവാരത്തിലാണെന്ന് ധരിക്കുന്നു. അങ്ങനെയുള്ളവരുടെയും അകം ചിലപ്പോൾ ശരിയായിരിക്കാനുള്ള സാധ്യത കുറവുണ്ട്. ബിവെയർ. അതാണ് പോൾ രണ്ടാമത്. സോ യു ആർ ഓൾസോ എ സിന്നർ. മറ്റുള്ളവനെ വിധിക്കുന്ന നീയും പാപിയാണ്, വിഗ്രഹം ഉണ്ടാക്കിയവനും പാപിയാണ്. ഇനി മൂന്നാമത്തെ ഒരു ഗ്രൂപ്പിലേക്ക് പോവുകയാണ്, പാരമ്പര്യത്തിലും ആചാരങ്ങളിലുമൊക്കെ ആശ്രയിക്കുന്ന മതഭക്തന്മാർ. അതാണ് 2-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം 17-ാം വാക്യം മുതൽ 3-8 വരെ നമ്മൾ കാണുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്കത് പഠിച്ച് തുടങ്ങാം. അതുകൊണ്ട് നമുക്ക് ഇന്ന് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലോകത്തിലുള്ള എല്ലാവരെയും ഇവാലുവേറ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി നമ്മളെ ഒന്ന് സ്വയമായിട്ട് നോക്കുന്നത് നന്നായിരിക്കും. യേശു അല്ലാതെ എനിക്കും യേശുവിനും ഇടയ്ക്ക് എന്തെങ്കിലും ആൾ ദൈവങ്ങളോ ഐക്കൺസോ എന്തെങ്കിലും ആശയങ്ങളോ വിഗ്രഹ രൂപത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് നീക്കിക്കളയേണ്ടത് ആവശ്യമാണ്. കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോടകന്ന് സൂക്ഷിച്ചു കൊള്ളുവീൻ, വിഗ്രഹാരാധന വിട്ട് ഓടുവീൻ. അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞ കാര്യം, മറ്റുള്ളവരെ വിധിക്കുന്ന നാം അത് ചെയ്യുന്നുണ്ടോ, നമ്മിൽ ആ കുറ്റമുണ്ടോ? നാം മറ്റുള്ളവരിൽ ആരോപിക്കുന്ന പലതും ഒരുപക്ഷെ നമ്മളിലുണ്ടാകാം. വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ ദൈവം വിധിക്കാൻ ഒരു ദിവസം വെച്ചിട്ടുണ്ടെന്നുള്ളതും കൂടി മറന്നു പോകരുത്. അന്ന് നിങ്ങൾ ഇന്ന് വെളിപ്പെടുത്താത്ത രഹസ്യങ്ങളെല്ലാം വെളിപ്പെട്ടു പോകും. അതുകൊണ്ട് അവൻ്റെ മുമ്പിലേക്ക്, അവൻ വെളിച്ചമാണ്, അവനിൽ ഇരുട്ടൊട്ടുമില്ല, നമ്മളും വെളിച്ചത്തിലേക്ക് വരുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അങ്ങനെ വരുമ്പോൾ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അങ്ങനെ നമ്മളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും നീതിമാനുമാണ്. പ്രാർത്ഥിക്കാം. കർത്താവേ ക്രിസ്തു പിതാവേ, തിരുസന്നിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. നിൻ്റെ മാറ്റമില്ലാത്ത വചനവും അതിൻ്റെ ഔന്നത്യവും ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടേതായ വഴികളിലൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ പാപത്തിലേക്കാണ് പോകുന്നത് ഞങ്ങൾ പിന്നെയും തിരിച്ചറിയുന്നു.
ഞങ്ങളെ നന്നായി കഴുകി ഞങ്ങളുടെ അകൃത്യം പോക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഉള്ളിൽ അന്തർഭാഗത്തിലെ സത്യമാണ് നീ ഇച്ഛിക്കുന്നത്. അന്തരംഗത്തിൽ ഞങ്ങളെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. കർത്താവേ, നീ ഞങ്ങളെ വിശുദ്ധീകരിച്ച് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും കർത്താവേ നിഷ്കളങ്കന്മാരും ദൈവത്തിൻ്റെ നാളിലേക്ക് കൊള്ളാവുന്നവരുമാക്കി നിർത്തുവാൻ നിൻ്റെ വചനത്താൽ ഞങ്ങളെ കഴുകണം, ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ തന്നെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വചനം കേട്ട എല്ലാവരുടെ മേലും നിൻ്റെ കൃപ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ന്യായവിധി ദിവസത്തിൽ കർത്താവേ, ഞങ്ങൾക്ക് നിന്നിൽ നിന്ന് പുകഴ്ച ഉണ്ടാകുവാൻ, മാനമുണ്ടാകുവാൻ തക്കവണ്ണം കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങൾ സുതാര്യമായിരിക്കുവാൻ, വെളിച്ചത്തിലേക്ക് വരുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അപ്പോൾ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ഞങ്ങളെ ശുദ്ധീകരിക്കുന്നത് ഞങ്ങൾ വായിക്കുന്നത് പോലെ ശുദ്ധീകരണത്തോടുകൂടി വിജയ ജീവിതം നയിപ്പാനായിട്ട്, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയല്ലോ. അവനിൽ ഈ പ്രത്യാശയുള്ളവനൊക്കെ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നത് ഞങ്ങൾ വായിക്കുന്നത് പോലെ ആ നിർമ്മല ജീവിതം നയിപ്പാൻ ഞങ്ങളെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. ഈ വിശുദ്ധ ജീവിതം നയിപ്പാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന കർത്താവേ, കൃപ തരണമേ. നിൻ്റെ ആത്മാവിനാൽ ബലപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.